ഈ രാത്രി നമുക്ക് അല്പസമയങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് ഇന്ന് രാത്രി 2 വാക്യം വായിക്കണം. ഇവിടെ വാക്യം വായിക്കാൻ മാന്യ സഹോദരിമാരെ ചുമതലപ്പെടുത്തിയിരുത്തി. അത് വളരെ നല്ല കാര്യമാണ്. ചിലയിടത്ത് എന്നാൽ പിന്നെ ഞാൻ പറയണം, ആരേലും വാ, പിന്നെ ലേലം വിളിക്കും പോലെ. എന്നാൽ ഇതെല്ലാം വളരെ ക്രമമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു, നന്നായിരിക്കുന്നു. അതിനെ അടിസ്ഥാനമായിട്ട് 2 വാക്യം 78 സങ്കീർത്തനം 9 വാക്യവും ന്യായാധിപന്മാരുടെ പുസ്തകം 5 അധ്യായത്തിന്റെ 18 തിരുവെടുത്തും 2 തിരുവെടുത്ത് വായിക്കണം. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. ഇനി ന്യായാധിപന്മാർ 5 അധ്യായത്തിന്റെ 18 തിരുവെടുത്ത്. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. മതി. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ ഇന്നും ആയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. വളരെ പരിചിതമായ 2 വാക്യമാണ് വായിച്ചത്. ഒരു വാക്യത്തിൽ നമ്മൾ കണ്ടത് പിന്മാറിപ്പോയവരുടെ ചരിത്രമാണ്. 2ാമത്തെ വാക്യത്തിൽ 2ാം ഭാഗത്ത് കണ്ടത് പോർക്കളത്തിൽ തന്നെ നിൽക്കുക. 2 കക്ഷികളും ചിലപ്പോൾ ഇതിനകത്ത് കാണും. അതുകൊണ്ട് ഇന്ന് രാത്രി 2 കൂട്ടർക്കും ഉതകുന്ന രീതിയിൽ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഈ മൈക്ക് വർക്ക് ചെയ്യുന്നത് എവിടെ ഇരിക്കുന്ന ആൾ കാണുന്നില്ലല്ലോ. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല സുഖമുണ്ട് സംസാരിക്കാൻ. ദൈവം മോനെ അനുഗ്രഹിക്കട്ടെ. മണിപ്പാസമാണോ? എന്നിട്ട് അവിടെ ഇത്ര ഒത്തില്ലല്ലോ. നിങ്ങളുടെ യോഗം ആയതുകൊണ്ടാണ്. അല്ല, ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ. പുള്ളി വചനം പ്രകാരമാണ്. നന്നായിരിക്കും, ഇങ്ങനെ തന്നെ പോട്ടെ. ഞാൻ ഈ ശുശ്രൂഷയില് ഇങ്ങനെ നിൽക്കാതിരിക്കത്തക്ക വിധത്തിൽ ധാരാളം പോരാട്ടങ്ങൾ എനിക്കെതിരെ ഉണ്ടായത് ആ മാണിച്ചന് മിക്കതും അറിയാം. ചില ദൈവമക്കൾ എനിക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചവരുണ്ട്. അതിൻ്റെ ബലത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഈ പെന്തിക്കോസുകാരുടെ ഭാഷ പറഞ്ഞ എന്തുവാ, പാര എനിക്കെതിരെ. ഞാൻ അന്നേരം ഒന്നും മറുപടി പറഞ്ഞില്ല, മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഈ സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, ഹൂര്യരും അവരോട് ചേർന്നെന്ന്. അപ്പൊ അങ്ങനെ പല ആൾക്കാർ ചേർന്നു. ഒരിക്കല് ഒരാൾ പറഞ്ഞു, ഇനി ഒരു സ്റ്റേജിലും കയറ്റ് കയറണം. എന്നോടൊരാൾ ഞാൻ പറഞ്ഞു, കയറരുതെന്ന് ദൈവഹിതമാണെന്ന് അങ്ങനെ നടക്കട്ടെ, കയറണമെന്ന് ദൈവത്തിന്റെ ഹിതം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ, എന്തായാലും ദൈവഹിതം നടക്കട്ടെ. വേറെ ഒരാള് ഒരിക്കൽ പറഞ്ഞു, ഇനിയും മരണവീട്ടിലെല്ലാം വന്നേച്ചങ്ങ് പോക്കോളാൻ. ആട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ആകട്ടെ. വേറെ ഒരാളല്ല, അവര് ഒരു 5-10 പേര് കൂടി ആലോചിച്ചു, ഇനി ഒരിക്കലും ഇങ്ങനെയൊരു അവസരം കൊടുക്കുകയല്ല. അതിനവര് ചിലരെയൊക്കെ ഫോൺ ചെയ്ത് ദോഷമെല്ലാം പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞവരും പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെ പ്രവർത്തിച്ചവരെ കൂടി തന്നെ വീണ്ടും എന്നെ കണ്ടുകൊണ്ടിരിക്കുക. ചാനലേ നല്ല കാര്യമാണ്. ഞാൻ ഈ പറയുന്നത് കട്ട് ചെയ്യരുത്. ഈ ചാനലിൽ തന്നെ ഇത് കിടക്കണം. അത് നോക്കിക്കോണം ഞാൻ ഈ പറഞ്ഞതുണ്ടോ എന്ന്. കേട്ടോ CB മാത്യു പാസ്റ്റർ, ഞാൻ ഈ പറയുന്നത് ഇത് തന്നെ കിടക്കണം. ഇത് കട്ട് ചെയ്യരുത്. ദൈവത്തിന് മഹത്വം. ഞാൻ ഇത് പറയാൻ വന്നതിന്റെ സാരം,
ദൈവമക്കളുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. ഇപ്പൊ ഞാൻ ഇത്രോ പറയുന്നുള്ളൂ. കാരണം ഇതെല്ലാം കൂടെ വിവരിച്ചാല് ഇവിടുത്തെ ചുമതലക്കാർ പറയും ഇത് പറയാനല്ലല്ലോ തന്നെ വിളിച്ചത്. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ ഞാൻ ബഹുമാനിച്ച് ഇപ്പൊ ഇത്ര ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ പറയുള്ളൂ. അങ്ങനെ ആണല്ലോ വാക്യം, കുറേശ്ശെ നീക്കിയെന്ന ഇല്ലേ ജാതികളെ ഒറ്റയടിക്ക് നീക്കിയില്ല, കുറേശ്ശെ അങ്ങനെ വാക്യമുണ്ട്. അപ്പോൾ അവസരം ലഭിക്കുമ്പോൾ കുറേശ്ശെ പറയാം. മാണിച്ചന് പിടി കിട്ടി കാണുമല്ലയോ. എന്തായാലും ദൈവത്തിന്റെ മഹാകൃപയാല് ഇന്ന് നിൽപ്പാൻ ദൈവം കൃപ നൽകി. ഇതെല്ലാം കൂടെ ഓർപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് 2 വാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഇനി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. ഒരിക്കൽ കൂടി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, കേശം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, കേശം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഉച്ചക്കധീരവൻ പോൽ ഉജ്വലനാനനെ. നിങ്ങളോട് വാ. ഗജം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഗജം വെളുത്തവനെ ജ്വാലാഗ്നിലോചനനെ, ഉച്ചക്കധീരവൻ പോലുജ്വലനാനനെ, ഉച്ചക്കധീരവൻ പോൽ ഉജ്വലനാനനെ. ദേവകുമാര സർവപാപവിദൂര ജയിക്ക, ദേവകുമാര സർവപാപവിദൂര ജയിക്ക. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ സർവപാപവിദൂര ജയിക്ക, ദേവകുമാര സർവപാപവിദൂര ജയിക്ക. പ്രേമ വിഗ്രഹമായവനെ, മൽക്ലേശമാക നീക്കി മുഖ്യാശിസേകണമേ, മൽക്ലേശമാക നീക്കി മുഖ്യാശിസേകണമേ. ദേവകുമാര സർവപാപവിദൂര ജയിക്ക, ദേവകുമാര സർവപാപവിദൂര ജയിക്ക. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, മായാവിമോഹമെല്ലാം തീയാർന്നു മണ്ടിടുമേ, മായാവിമോഹമെല്ലാം തീയാർന്നു
കണ്ടിടുമേ ദേവകുമാര സർവ പാപവിദൂര ജയിക്ക ദേവകുമാര സർവ പാപവിദൂര ജയിക്ക ദേവകുമാര സർവ പാപവിദൂര ജയിക്ക ദേവകുമാര സർവ പാപവിദൂര ജയിക്ക ദേവകുമാര സർവ പാപവിദൂര ജയിക്ക. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇടയ്ക്ക് ഞാൻ 2 ശീലൊക്കെ പാടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് സഹായിച്ചാൽ വളരെ നല്ലതായിരുന്നു. സഹായിക്കാം മോനെ. ഞാൻ പോയി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ വളരെ പരിചിതമായ 2 വാക്യമാണ് വായിച്ചത്. ഒന്ന് 78-ാം സങ്കീർത്തനം, അതിന്റെ 9-ാമത്തെ തിരുവെടുത്ത്. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. 2-ാമത്തെ വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേടുകൾ തന്നെ. 2 വാക്യവും കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ ഒരു ഗോത്രം 3 ഗോത്രത്തെ പരാമർശിക്കുന്നു. അതിൽ 2 ഗോത്രം എടുത്തു പറയണം. ഒന്ന് എഫ്രയീമും 2 നഫ്താലി. എഫ്രയീം പിന്മാറിപ്പോയി, നഫ്താലി പോർക്കളമേടുകൾ തന്നെ. ഇന്ന് രാത്രി ഈ 2 ഗ്രൂപ്പിൽ നാം ഏത് ഗ്രൂപ്പിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് നമ്മളെ ഏൽപ്പിച്ച കാര്യം നന്നായി പ്രവർത്തിച്ച് അവൻ നല്ല അവകാശം പ്രാപിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങൾ. ഇവിടെയൊക്കെ വചനത്തിൽ നല്ല തിട്ടമുള്ളവരായിരിക്കുന്നത്. വിശേഷിച്ച് പാപ്പാടി, കോത്തല, 14 മൈൽ, വാഴൂരെല്ലാം വളരെ തിട്ടമുള്ളവരാണ്. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ ബലപ്പെടാനൊന്നും ഇരിക്കുകയല്ല, മിക്കവരും തെറ്റുന്നുണ്ടോ നോക്കിയിരിക്കുക. ആ നോട്ടോ ഇരിപ്പും കണ്ണ് ഇറുക്കിയുള്ള നോട്ടമൊക്കെ കാണുമ്പോൾ എനിക്കറിയാം തെറ്റുന്നുണ്ടോ. വചനത്തിലൊക്കെ നല്ല തിട്ടമുള്ളവരാണ്. അതുകൊണ്ട് ബൈബിള് പോലും കൊണ്ടുവരുന്നില്ല. ചിലര് കൊണ്ടുവന്നായിട്ട് തുറക്കുന്നുമില്ല. അതിനകത്ത് അത്ര തിട്ടമുള്ളത് കൊണ്ടാണ്. എല്ലാം അറിയാമല്ലോ. അപ്പം നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2 വാക്യങ്ങൾ വായിച്ചു. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി, പിന്മാറി പുറകോട്ട് പോയി. എന്നാൽ നഫ്താലി പോർക്കള മേടുകൾ തന്നെ നിൽക്കുക. ഇന്ന് രാത്രി വേറൊരു വാക്യം നമുക്കെല്ലാം മനപ്പാടമാ, സുപരിചിതമാ. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിനവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അതുകൊണ്ട് ആരും പിന്മാറരുത്. അവൻ നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് ധൈര്യത്തോടെ മുൻപോട്ട് പോകണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കി ആമെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി നല്ല അവകാശം പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം. ഈ 2 വാക്യങ്ങളും മണിക്കൂറുകൾ പ്രസംഗിക്കാൻ പറ്റുന്ന വിഷയം അതിനകത്തുണ്ട്. വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. എങ്കിലും ഇന്ന് രാത്രി ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജനറൽ കൺവെൻഷൻ അല്ലയോ, ദൈവമക്കളും ദൈവദാസന്മാരും അല്ലയോ കൂടുതൽ വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വാക്യം 78-ന്റെ 9 പെട്ടെന്ന് വായിച്ചാട്ടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ സങ്കീർത്തന പുസ്തകം. 180 സങ്കീർത്തനങ്ങൾ ഏവർക്കും അത് അറിയാം. മിക്കവർക്കും ഇത് മനപാഠമാണ്. ഈയിടെ ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മച്ചി വന്നു, 100 വയസ്സ്. അമ്മച്ചിക്ക് സങ്കീർത്തനം മിക്കതും കാണാൻ പാഠമാണ്. 104, 103, 49, 121 എല്ലാം കാണാൻ പാഠം. 100 വയസ്സ്. ഞാൻ ഓർത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കുമെന്ന്. നിങ്ങളിതിലും വലുത് കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല. 100 വയസ്സുള്ള അമ്മ സങ്കീർത്തനമെല്ലാം കാണാതെ പറയാം. അപ്പൊ ഞാൻ സഭായത്തിന് വന്നപ്പോൾ മൈക്ക് കൊടുത്തു. അമ്മ എന്നെ ഒരിക്കൽ 104 കാണാതെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു. ഒരു തപ്പും തടവും ഒന്നുമില്ല. 100 വയസ്സുള്ള അമ്മ 104 കാണാതെ പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അമ്മയെ 104 പറയാമോ? ഇല്ല പാസ്റ്ററെ, ഞാൻ വേറൊരെണ്ണം പറയാമെന്ന്. അമ്മയ്ക്കെല്ലാം നല്ല തിട്ടമാണ്. നമ്മൾ 103 നോക്കി വായിച്ചിട്ട് ഒക്കുന്നില്ല. ചിലയിടത്ത് ഉപദേശമാരൊക്കെ പിണങ്ങിയാലും ഒന്നുമില്ല. മരണ വീട്ടിലും ശവസംസ്കാരത്തിലൊക്കെ വായിക്കും മുഴുവൻ പൊട്ടത്തേറ്റാ. അന്നായി ചുമ്മാ ഇരിക്കുമ്പം മൊബൈലിൽ തോണ്ടി മാന്തി ഇരിക്കാതെ വേറെ പുസ്തകം ഒന്ന് വായിക്കുക. എന്ത് ചെയ്ത കഴുത്തറത്താ വായിക്കുകയല്ല. എന്നുവെച്ചാൽ കല്യാണത്തിന് നടക്കുമ്പോൾ പണ്ട് ഞങ്ങളൊരു കല്യാണത്തിന് കൂടുക, ഞങ്ങളിരിക്കുക, ഷൂ പാസ്റ്റ് കൊണ്ട്. അപ്പോൾ ഒരാളെ വേറെ പുസ്തകം വായിക്കാൻ ആ വരവ് കണ്ടപ്പോഴേ ഞാൻ പ്രവചനം പറയാൻ പോലെ പറഞ്ഞു, ആണ്ടെ തെറ്റിക്കാൻ വരുവാന്ന് പറഞ്ഞു. സൂക്ഷം അങ്ങോട്ട് വന്ന ആദ്യത്തെ വാക്യമേ കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധമൊന്നും ഇല്ല. ഞങ്ങളുടെ ഒരു തള്ള പറമ്പിൽ രാവിലെ കുളിയും കഴിഞ്ഞ് കളസോ ഇട്ട് പൊത്തകം എടുത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങുക. അതുപോരാ, ഓരോ ദിവസവും ദൈവവചനം വായിച്ച് ധ്യാനിക്കണം.
ഞാൻ സന്ധ്യയ്ക്കും കർത്തദാസൻ വിളിച്ചപ്പോൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് മകന് തിരക്കൊക്കെ ഉണ്ട്, എന്നാലും അതെല്ലാം ഇതിനിടയ്ക്ക് നടക്കും. സ്തോത്രം. വെളുപ്പിനെയൊക്കെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച്, ഇതൊക്കെ അറിവുള്ള വിഷയമായി പ്രസംഗിക്കുന്നെങ്കിൽ ഒന്നുകൂടെ വായിച്ച് ധ്യാനിക്കും, തിട്ടം വരുത്തും. ദൈവത്തിന് മകത്വം. കുറ്റം പറയുകയല്ല, ദൈവവചനം വായിക്കണം. ദൈവത്തിന്റെ വചനം അണ്ണാക്കിന് മധുരമാണ്. ഇത് തേനിലും തേൻകെട്ടകിലും മധുരമുള്ള വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവവചനമാ. ഇത് ഉലകിലൊരുക്കി ശുദ്ധ ചെയ്ത തിരുവചനമാ. ഇത് ഇളംപുല്ലി പെയ്യുന്ന മഞ്ഞ് പോലെയും പൊടിമഴ പോലെ മാരി പോലെയാ ദൈവത്തിന്റെ വചനം. ഈ വചനം ധ്യാനിച്ചാൽ, പഠിച്ചാൽ, അത് അയവറക്കിയാൽ ആമൻ വളരെ അനുഗ്രഹമാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. മുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവേ പോക്കും, നിൻ മധുരാമൃത വചനം ഖിന്നതയാകവേ പോക്കും. മഹിമയഴും പരമേശ മഹിമേശു മഹേശ, മഹിമയഴും പരമേശ മഹിമേശു മഹേശ. കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാർമുകിൽ ഭീകരം ആയി വരും നേരം, ഭീകരം ആയി വരും നേരം, കാൺമതോ നിയമത്തിൻ വീല ആയതിൽ തീരുമൻ ഭാരം, കാൺമതോ നിയമത്തിൻ വീല ആയതിൽ തീരുമൻ ഭാരം. മഹിമയഴും പരമേശ മഹിമേശു മഹേശ, പരമേശ മഹിമേശു മഹേശ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തേ. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇന്ന് 9:00 ഞാൻ നിർത്തുകയില്ല, എന്ത് പ്രശ്നം വന്നാലും. എന്നാ നോക്കട്ടെ, മോനും ഒരു കസേര എടുത്ത് അവിടെ ഞാൻ ഇരിക്കെ. ദൈവത്തിന് മഹത്വം. ഇന്ന് നമുക്ക് ഒന്നിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ പാട്ട് പാടുമ്പം വേണുനാഥൻ തന്നെ നല്ലത് കേട്ടോ. മോനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 150 സങ്കീർത്തനങ്ങൾ. ഈ 150 സങ്കീർത്തനങ്ങൾ നമുക്കറിയാം 100 സങ്കീർത്തനത്തോളം ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ്. കാരണം പേരുകൾ രേഖപ്പെടുത്താത്ത, തലക്കെട്ടില്ലാത്ത ചില സങ്കീർത്തനം അതും ദാവീദിനാൽ എഴുതപ്പെട്ടതാണ്. പിന്നെ ആസാഫിന്റെ സങ്കീർത്തനങ്ങള്, കോരകപുത്രന്മാരുടെ സങ്കീർത്തനങ്ങള്, യദുഥൂൻ എഴുതിയ സങ്കീർത്തനങ്ങള്, ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന മോശയുടെ നിര്യാണത്തിൽ അഹരോന്റെ അനുജനാകുന്ന പടയനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശയുടെ വിശേഷപ്പെട്ട പ്രാർത്ഥനയാണല്ലോ 90 സങ്കീർത്തനം. ആ 90 സങ്കീർത്തനം ചമച്ച മോശ. 91 യോശുവ എഴുതിയെന്ന ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ യോശുവയുടെ സങ്കീർത്തനം. ദാവീദ് 100 സങ്കീർത്തനം എഴുതി. തന്റെ മകൻ ശലോമോനും 1-2 സങ്കീർത്തനം എഴുതി. അത്
അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമാണോ ദൈവത്തിന് മഹത്വം. 1-ാം സങ്കീർത്തനവും 119-ാമത്തെ സങ്കീർത്തനവും എസ്രാ ശാസ്ത്രി എഴുതിയത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം എസ്രാ ശാസ്ത്രിയെ പറ്റി ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിലും എസ്രായുടെ പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് ന്യായപ്രമാണത്തിൽ ശാസ്ത്രി, വെറും ശാസ്ത്രിയല്ല, വിദഗ്ധ ശാസ്ത്രി. അങ്ങനെ വിദഗ്ധ ശാസ്ത്രി ന്യായപ്രമാണത്തിൽ ആയതുകൊണ്ട് 119-ാം സങ്കീർത്തനമെല്ലാം നിങ്ങൾ പഠിച്ച എല്ലാ വാക്യത്തിലും നിന്റെ ന്യായപ്രമാണം, നിന്റെ വചനം, നിന്റെ പ്രമാണം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് യസന എഴുതിയത് എന്നാണ് പറയുന്നത്. അതെ, ദൈവത്തിന് മഹത്വം. സങ്കീർത്തനമെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടതാ. ഈ സങ്കീർത്തനത്തിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവം നസ്രയനാകുന്ന യേശു ക്രിസ്തുവാണ്. ചെറിയ പുതിയ ഉപദേശിമാരൊക്കെ പറഞ്ഞ സങ്കീർത്തനം വായിക്കരുതെന്ന അവനെല്ലാം പട്ട് കേസ് ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ സൈഡിൽ നിന്ന്, കോട്ടയം സൈഡിൽ നിന്ന്, കൊട്ടാരക്കര സൈഡിൽ നിന്ന്, പുനലൂർ സൈഡ് ധാരാളം ഒത്തിരി വട്ട് കേസുകാരുണ്ട്. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഇരുന്നാ മതി. ദൈവത്തിന്റെ മകൻ. അപ്പോൾ ഒത്തിരി കേസുകൾ ഇറങ്ങിയിട്ടുണ്ട്. സങ്കീർത്തനം വായിക്കരുത്, ഇത് പ്രസംഗിക്കരുത് എന്നൊക്കെ പറയുന്ന ദുരുപദേശക്കാര് വന്നിട്ടുണ്ട്. എന്റെ ഭാഷ പറഞ്ഞ് അങ്ങനെയുള്ളവരെ ഒന്നും ഉപദേശ വിഷയങ്ങളിൽ നിൽക്കുന്നവരെ അടുപ്പിക്കരുത്. മുടക്കണ്ട, പുറകിലെങ്ങാനും വന്നിരുന്നേച്ച് പൊക്കോളും. പക്ഷേ അങ്ങനെ പോട്ടെ. ഞാനിപ്പോ ഒന്നും പൗലോസ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ലെന്നാ. ഒന്ന് വായിച്ചേ, ഗലാത്യർ 2:4. പെട്ടെന്ന് വായിരേ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, ഇവരെ ദുരുപദേശക്കാര് നുഴഞ്ഞു കയറുന്നവരാ. നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മളെ അടിമപ്പെടുത്താതെ ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കും. അടുത്ത പദം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അന്നേരം അവരെ വിളിച്ച് ക്രൂസൈഡ് വെക്കുന്നത്. അവരെ വിളിച്ച് ക്രൂസേഡ്. പ്രഗത്ഭനായ ഒരാൾ, പേരൊന്നും പറയുന്നില്ല, എന്നോട് പറഞ്ഞു എനിക്ക് ഈ വർഗത്തെ ഇഷ്ടമല്ല. നാരാ ബെന്തിക്കോസുകാരെ എന്നോട് പറഞ്ഞതാ. പുള്ളിയായിപ്പം ജനറൽ കൺവെൻഷന് ബെന്തിക്കോസുകാരുടെ പ്രസംഗിക്കുന്നത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ ഒത്തോണ്ട് തന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? അയ്യോ, ഞാനൊരു കാര്യം പറയാം. എനിക്ക് ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ ഏറ്റവും വിശേഷപ്പെട്ടത് ബെന്തിക്കോസുകാരാ. എന്റെ കാര്യമാ പറയാന് കേട്ടോ. ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ ഈ മാർഗമായ ഏറ്റവും ശ്രേഷ്ഠം. മറ്റുള്ളവരെ ഇഷ്ടമല്ലെന്നല്ല, എല്ലാവരോടും ബഹുമാനവും കാര്യമൊക്കെയാ. പക്ഷേ ദൈവകൃപയാലെ 10 വാക്യമൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ നിന്ന് പറയാൻ ബെന്തിക്കോസുകാരല്ലയോ വേദി തന്നെ? അല്ലാതെ ഏത് പൊട്ടനാ തന്നെ? നിങ്ങളും കണക്കാ. ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ വേർപെട്ട ദൈവമക്കളാ പ്രിയം. അത് കഴിഞ്ഞേച്ചേ ഉള്ളു, ബാക്കിയല്ല. അന്നേരം ഒരു വിദ്വാൻ പറഞ്ഞു എനിക്ക് ഈ വർഗത്തെ ഇഷ്ടമല്ല. പുള്ളിയെ വിളിച്ചായിപ്പം എല്ലാവരും പ്രസംഗിപ്പിക്കുന്നത്. ആരാന്നൊന്നും ഞാനിപ്പോ പറയുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. പണ്ടൊരാൾ പറഞ്ഞ പോലെ കടുവ ഇല്ലാഞ്ഞിട്ടാണോ മലയ്ക്ക് പോകാഞ്ഞിട്ടാണോ? ഇവിടെ ആളില്ലാഞ്ഞിട്ടാണോ? ഉപദേശം പറയാൻ അറിയാൻ പാടില്ലാത്തില്ലാഞ്ഞിട്ടാണോ? വട്ട് പിടിച്ചവനെയല്ല. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, ദുരുപദേശം പഠിപ്പിക്കുന്ന, ദുരുപദേശം പറയുന്ന ഒരെണ്ണത്തിനെ കയറ്റരുത്. ആള് കൂടിയില്ലേ കൂടണ്ടെന്ന്. ആള് ചില കുറഞ്ഞിരുന്നാ മതി. സ്വോത്ര കാഴ്ച ചിലപ്പോ കുറയുമായിരിക്കും, കുറയട്ടെ. ഇതൊരു ഉപദേശ വിഷയമായത്. ഇത് സഭയുടെ ജനറൽ കൺവെൻഷൻ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അങ്ങ് മറ്റു രീതിയിലാന്നേ പറയത്തില്ല, ഇതിനകത്തല്ലേ. ഇത് കട്ട് ചെയ്ത് ഇടരുത്. ദൈവത്തെ ഓർത്ത് ഈ ലൈവുകാരോട് പറയുക, വെറുതെ ഒരു തൊടിയിലും ഇല്ലാത്ത കുറെ അവന്മാരിപ്പുണ്ട്. എന്തേലും ഇമ്മടി പറഞ്ഞ ഉടനെ അതിന്റെ ഒരു ചെറിയ കട്ട് ചെയ്ത് അനീഷ് കാവാലം തകർത്തു. പിന്നെ അതിന്റെ കുന്തം ആരെ തകർത്ത്? പൊളിച്ചു. എടാ, ഈ ഭാഷയൊക്കെ വെക്കാതെ, അതൊന്നും വെക്കരുത്, തെറ്റാ. തകർത്തു, പൊളിച്ചു, പിന്നെന്തുവാ ഏതെണ്ടൊക്കെ ഉണ്ട്. പൊളിച്ച് അടുക്കി. ദൈവത്തെ ഓർത്ത് ദോഷം ഒപ്പിക്കരുത്. ചാനലിന് കാശുണ്ടാക്കാനും ആൾക്കാരെ കയറ്റാൻ മറ്റുള്ളവരെ തേജോപതം ചെയ്യരുത്. പ്രസംഗം മൊത്തം ഇട്ടു, കേൾക്കാനല്ലയോ ഇടുന്നത്, അത് ഇച്ചിരി കട്ട് ചെയ്ത് ചെയ്യരുത്. ദോഷം വിശേഷിച്ച് ഈ ചാനലുകാരോടും എല്ലാ ചാനലുകാരോടും, ഒരാളെ മാത്രം ഉദ്ദേശിച്ചല്ല.
ചെയ്യരുത്. ദൈവത്തെ ഓർത്ത് നാശം ഒപ്പിച്ചു വെക്കരുത്. പ്രസംഗം മൊത്തം വിട്ടോ, എല്ലാവരും കേൾക്കട്ടെ, കേൾക്കാനില്ലയോ പ്രസംഗിക്കുന്നത്. അല്പാൽപമായി കട്ട് ചെയ്ത് ഇട്ട് കാശുണ്ടാക്കരുത്. നിനക്ക് നിന്റെ സന്തതിക്കും ഗുണം വരികയില്ല. ഞാൻ രണ്ട് കാര്യം പറഞ്ഞില്ലേ, ഒക്കത്തില്ല. അതുകൊണ്ടാണ് ചാന് പ്രയാസമൊന്നുമില്ലല്ലോ. ചാൻ്റെ അനുവാദത്തോടാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇത് കാശുണ്ടാക്കുന്ന മാർഗമല്ല. ദൈവം നിന്നെ ന്യായം വിധിക്കും. അതങ്ങനെ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്നാണ് എഴുതിയേക്കുന്നത്. ഇവര് സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നെന്നാ. യൂദാ 3 വായിച്ചേ മോളെ. യൂദാ 3 പെട്ടെന്ന് വായിച്ചോ. ഇന്ന് രണ്ടുപേരും വാക്യം വായിച്ചു ഊപ്പാട് വരും. വായിച്ചോ. എന്നാലും നിങ്ങൾ രണ്ടും നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലോ. വായിച്ച യൂദാ 3. പ്രിയരെ രണ്ടുപേരിൽ ആരും ഒരാൾ വായര്. പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവിടെ അങ്ങനെ പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന ഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദുരുപദേശക്കാർ ഇതിനകത്ത് നുഴഞ്ഞു വരും. സങ്കീർത്തനം വായിക്കണ്ട, ആവരണം ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആമേൻ. സ്നാനപ്പെട്ടില്ലെങ്കിലും തിരുമേശ എടുക്കുക. ഈ വട്ടനെ ഒന്നും കേട്ടരുത്. ആരോട് പറയാൻ? ഏതപ്പാ ഗോതമംഗലം. പണ്ടൊരാൾ പറഞ്ഞ പോലെ എരുമയുടെ പൃഷ്ഠഭാഗത്ത് അമരകോശം വായിച്ചവല്ലോ നോക്കുവോ. ഇതിനൊരു പ്രമാണമുണ്ടെന്നായി പറഞ്ഞത് ബെന്തിക്കോസിനെ. ഇത് കയറൂരി വിട്ടതല്ല, കുത്തടിഞ്ഞതല്ല, കെട്ടടിഞ്ഞതല്ല. ഇതിന് പ്രമാണമുണ്ടെന്ന് ഉണ്ട്. ഇതിന് വില കൊടുത്തവരും ചുമല് കൊടുത്തവരും പ്രാരംഭകാലങ്ങളിൽ കഷ്ടം സഹിച്ചവരും ആക്ഷേപം സഹിച്ചവരും നിന്ന സഹിച്ചവരും ഉണ്ടെന്ന്. അവര് പാറ വെട്ടിയൊരുക്കി തന്നു ഒത്തിരി പോരാട്ടങ്ങളിൽ കൂടി. അതല്ലോ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്ന. വായിച്ചേ മോള് 32-ാം വാക്യം മുതൽ വായിച്ചേ. എബ്രായ ലേഖനം 10:32 മുതൽ അങ്ങോട്ട് വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്നകളാലും അപ്പൊ ഈ പ്രകാശനം ലഭിച്ചെന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സാക്ഷാൽ വെളിച്ചം, ദിവ്യ വെളിച്ചം, സത്യ വെളിച്ചം, നസറയനാകുന്ന യേശു ക്രിസ്തു ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കാണ്. അവൻ ജീവിതത്തിന്റെ ഇരുളിൽ പ്രകാശിച്ച വിളക്കാ ക്രിസ്തു. നിന്റെ കുടുംബത്തിന്റെ അന്ധകാരം മാറാൻ പ്രകാശിച്ച വിളക്കാണ് ക്രിസ്തു. ദേശത്തിന്റെ അന്ധകാരം മാറുവാൻ പ്രകാശിച്ച വിളക്കാണ് ക്രിസ്തു. രാഷ്ട്രങ്ങളുടെ അന്ധകാരം മാറുവാൻ പ്രകാശിച്ച ദിവ്യ പ്രകാശമാ യേശു ക്രിസ്തു. അനാപ്രകാശം ലഭിച്ച ശേഷം അപ്പോൾ ഇങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ സുഖകരമായൊരു ജീവിതമൊന്നുമല്ല. രക്ഷിക്കപ്പെട്ടു, നല്ല കാര്യമാണെന്ന് എല്ലാവരും പറയത്തില്ല. എന്തിനാടാ അല്ലേ? ആക്ഷേപിക്കും, നിന്ദിക്കും, പരിഹസിക്കും, കാതും കടുത്തുമൊക്കെ പറിച്ചു നോക്കും. എന്ത് ആക്ഷേപം മേടിച്ചു വരാ. അങ്ങനെ നിന്ന കേട്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക സഹോദരിമാര്. പഴയ ആൾക്കാരോട് ചോദിക്കും നിങ്ങള്. അങ്ങനല്ലേ അവരോട് ചോദിച്ചു വഴി പഠിക്കണ്ടേ? സ്തോത്രം. ആക്ഷേപിച്ച് ഉപദ്രവമേറ്റ് നിന്നയേറ്റ്, പക്ഷെ അവരാരും ഛർദിച്ചത് ഭക്ഷിച്ചില്ല. മനസ്സിലായോ? ഇപ്പൊ ഛർദിച്ചെടുത്ത് കിടന്ന് അങ്ങ് പിന്നെ അത് ഭക്ഷിച്ച്, പിന്നെ അവിടെ കിടന്ന് ഛർദിച്ച്, പിന്നെ അത് ഭക്ഷിച്ച്. അയ്യോ, പട്ടിയേക്കാളും ക്രമം കേട്ട്. ഞാൻ വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിലാ പറഞ്ഞത്. ഛർദിച്ചത് ഭക്ഷിക്കുന്ന നായെന്ന് ഞാൻ പറഞ്ഞില്ല, പട്ടിയെന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പട്ടിയും നായും എല്ലാം ഒന്ന് തന്നെ. എടാ, ഛർദിച്ചത് ഭക്ഷിക്കരുത്, ഉപേക്ഷിച്ചത് എടുക്കരുത്, ത്യജിച്ചത് വേണ്ടാന്ന് വെക്കണം. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കള്ളി ഷോഡതികൾ. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കള്ളി ഷോഡതികൾ. ഓ
സൈമൺ സാറിന്റെ വരികളാ. കേട്ടോ വല്ലോ? കേട്ടോണ്ടിരിക്കുകയാന്നല്ലോ. എന്തോ കേട്ടെ? ഇതിന്റെ എല്ലാം ശബ്ദം കേട്ട് ഇയാള് പിന്നെ പാറപ്പുറത്ത് ചിരട്ട ഒരയ്ക്കും പോലെ ഏതാണ്ട് പാടുകയും ചെയ്തു. അതാന്നോ കേട്ടെ? കേക്കെ. വേഷവിശേഷങ്ങൾ ആഭരണം, ജാതികൾക്കുള്ള ദുരാചരണം. വേഷവും വിശേഷ ദിവസവും വേഷവിശേഷങ്ങൾ ആഭരണം ഇതെല്ലാം ജാതികളുടെ ദുരാചരണമാണെന്ന്. അതെല്ലാം വിട്ടേച്ച ഈ മാർഗത്തിൽ വന്നത്. അങ്ങനെ വന്ന ദൈവമക്കൾ 2-3 തലമുറയായപ്പോൾ വിട്ടതല്ല, ഇപ്പൊ ഏറ്റെടുക്കുക. ഞങ്ങളുടെ ശിവപാസയുടെ പിതാവ് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയും, നമ്മൾ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്തുവാന്ന് കാണിക്കാനോ ഒന്നുമില്ല. ഒരു പേന ഇതാ, നല്ല പേന തരരുത്, ഞാനൊന്ന് താഴോട്ട് ഇടും, കുഴപ്പമില്ലല്ലോ. അപ്പൊ അദ്ദേഹം അത് എക്സാമ്പിൾ കാണിക്കുന്നതാ. ഇപ്പോഴത്തെ പെന്തിക്കോസുകാർ ഉപേക്ഷിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയെ വന്ന് ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ കള്ള്, കഞ്ചാവ്, ലഹരി പദാർത്ഥം, പൊട്ട്, ചാന്ത്, കൺമഷി, ആഭരണം, വിലയേറിയ വസ്ത്രം, അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. ഇതെല്ലാം പിന്നെ കൂത്ത്, ഡ്രാമ, ഡ്രിങ്ക്, ഇതെല്ലാം ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടപ്പോ ഇങ്ങനെ ഇപ്പം രക്ഷിക്കപ്പെടുന്നില്ല, ടിക്ക് ചെയ്യല്ലേ, കാർഡ് കൊണ്ട് കൊടുക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടോ ടിക്ക്. അതിലും കൂടെ വോളണ്ടിയേഴ്സ് എണ്ണി തിട്ടപ്പെടുത്തി. ഇന്നലെ ടിക്ക് 80, ഇന്ന് ടിക്ക് 40, എല്ലാം ടിക്കാ. നിങ്ങൾ കണ്ടിട്ടില്ല? രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടോ അവിടെ? ചിരിച്ചോണ്ടാ രക്ഷിക്കപ്പെടുന്നത്. എന്നിട്ട് ഇത് കളയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതെല്ലാം കളയുന്നത് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ഉടനെ അങ്ങോട്ടാ കളയുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെയും പോവുക മുന്നോട്ട്. 2 കൊല്ലം കഴിയുമ്പം അത് എടുത്ത്, എനിക്ക് കുനിയാൻ മേലെന്ന് എടുത്തതാ, ഇരിക്കാതെ ഉടനെ അത് എടുത്ത് ഇങ്ങനെയാണ് ഇപ്പൊ കളയുന്നത്. ഇങ്ങനെ പിന്നെ അവിടെ ഒരു ഉണർവ് യോഗം കയറുമ്പോ പിന്നെ കളയുന്നത് ഇങ്ങനെ. പിന്നെ 3 കൊല്ലം കഴിയുമ്പം ഇങ്ങനെ മുന്നോട്ടിട്ടിട്ടാ ഇപ്പൊ ഒരു 50 കൊല്ലമായിട്ട് വന്ന് നിൽക്കുന്നേ. സ്തോത്രം. എടാ, ഇങ്ങനല്ല കളയേണ്ടത്. ഇനി തിരിച്ചു തരാം. മാണിച്ചൻ എന്നെ വിശ്വാസമില്ല. കളയേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നീ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ വേണ്ടെന്ന് വെച്ചതെല്ലാം ഇങ്ങോട്ട് കളയണം. പിന്നെ ആയുസിൽ അങ്ങോട്ട് പോകരുത്. ഇങ്ങനെ കളഞ്ഞു വെച്ച് പോകേണ്ടത്. അല്ലാതെ മുന്നോട്ടെറിഞ്ഞല്ല പോകേണ്ടത്. ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും മുന്നോട്ടെറിയ. മാണിച്ചെടുത്തു. ഓരോ കൺവെൻഷൻ കഴിയുമ്പോഴും മുന്നോട്ടെറിയ. അടുത്ത കൊല്ലം വന്നത് എടുത്തോണ്ട് പിന്നെ ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചു, വർജിച്ചത് വർജിച്ചു. അത് അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്ക്. അല്ല, അംഗീകരിക്കുന്നവർ ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന് മഹത്വം. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ പ്രസാദമില്ല. അവൻ ഛർദ്ദിച്ചതിലേക്ക് ഭക്ഷിക്കരുത്, തിരിച്ചു പോകരുത്. അപമാനമുണ്ടാകും, ആക്ഷേപമുണ്ടാകും, നിന്ദയുണ്ടാകും, പോരാട്ടങ്ങൾ പലത് വരും. പക്ഷെ സഹിച്ചു നിന്നാൽ നിനക്ക് കൂടെ വാടാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പണ്ട് പേരുശ്ശേരി മത്തായിച്ചൻ, ഇവര് നല്ല താളക്കണക്കാ കേട്ടോ മോനെ, അതുകൊണ്ട് എനിക്ക് അങ്ങ് പാട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുക. നന്നായിരിക്കുന്നു. ഏതായാലും ഇവരെ വിളിച്ചത് നന്നായി. സന്തോഷം പറഞ്ഞ് തൊണ്ടയൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ, നന്നായിട്ട് വരുന്നു. ദൈവത്തിന് മഹത്വം. അപ്പൊ പേരുശ്ശേരി മത്തായിച്ചൻ പണ്ട് പാടി ദൈവത്തിന് മഹത്വം. കല്ലുണ്ടു മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണ നാമിനിയും, കല്ലുണ്ടു മുള്ളുണ്ടു കാഠിന്യമാം പള്ളും സഹിക്കണം നാമിനിയും, ഉള്ള വെളിച്ചത്തെ കൊള്ള ചെയ്തിടുന്ന, ഉള്ള വെളിച്ചത്തെ കൊള്ള ചെയ്തിടും കള്ള സഹോദരരുള്ളതിനാൽ വേഗം, കള്ള സഹോദരരുള്ളതിനാൽ വേഗം പോകാം. ഇനി നമുക്ക് പോകാം. ഇനി കുഞ്ഞാട്ടി പിന്നാലെ പോകാമിനി, നമുക്ക് പോകാമിനി, കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. നാടില്ല, വീടില്ല, കൂടുമില്ല, കൂടെ വരാനേറെ ആളുമില്ല. നാടില്ല, വീടിൽ കൂടുമില്ല. ആ പിള്ളേർ രണ്ടും ആരുടെയാ? അതിനെ പിടിച്ച് മടിയിരുത്തുകയോ അടക്കിയിരുത്തുകയോ കയറൂരി വിടാതെ. അത് ആരുടെ പിള്ളേരാ?
ചുമ്മാ കണ്ടറകാള കളിക്കരുത് യോഗത്തിന്. പാസ്റ്റർ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ സഭ വിട്ടു പോവും. ഞാൻ പരുവത്തിന് കൈകാര്യം ചെയ്തോളാം. ആരുടെ കൊച്ചാന്നേലും. നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വരാനേറെ ആളുമില്ല. നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വരാനേറെ ആളുമില്ല. മോടിയുള്ള വസ്ത്രം ചുറ്റുവാൻ മോടിയുള്ള വസ്ത്രം മേലിന്മേൽ ചുറ്റുവാൻ ഏനമില്ലെങ്കിലും ആനന്ദമേ ഏനമില്ലെങ്കിലും ആനന്ദമേ നമുക്ക് പോകാം ഇനി നമുക്ക് പോകാമിനി കുഞ്ഞാട്ടി പിന്നാലെ പോകാമിനി ഇനി നമുക്ക് പോകാമിനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമിനി. അരമയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത എന്റെ ബഹുമാന്യരായ ദൈവമക്കളെ, മാലാക്കളെ, പിതാക്കന്മാരെ, കൊച്ചു സഹോദരന്മാരെ, ഉപേക്ഷിച്ചത് വർദ്ധിച്ചത് നീ തിരിച്ചെടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോ അതിന് മോഹന വാഗ്ദാനമൊക്കെ തരും. ഏതാ വാഗ്ദാനമൊക്കെ തരുമെന്ന് വിട്ടത് വിട്ടു. ദൈവത്തിന് മഹത്വം. വേറെ പുസ്തകത്തിൽ വാക്യമുണ്ട്, പിന്നെ ആ വഴിക്ക് പോകരുതെന്നാ ദൈവം പറഞ്ഞേരാ മിസ്രൈമിലോട്ട്. പിന്നെ ആ വഴിക്ക് ഇതാ വഴി തന്നെ കിടക്കുകയല്ലയോ. ദൈവത്തിന് മഹത്വം. ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചു. അണ്ട് നമുക്ക് മടങ്ങി വരാം. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചുമായിരേ. ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. പിന്നെ ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊണ്ട്. പൂർവ്വകാലം ഒന്ന് ഓർക്കണം കേട്ടോ. കഷ്ടങ്ങളാൽ പോരാട്ടം കഴിച്ച പൂർവ്വകാലം. അപമാനവും നിന്നെയൊക്കെ സഹിച്ച ഈ മാർഗത്തിൽ പലരും നിന്നത്. ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത്. പിന്മാറരുത്. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിന് മഹത്വം. 78-ാം സങ്കീർത്തനം 9-ാം വാക്യമാ. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളാ ഗോത്രങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കും. ദൈവമക്കൾ കൂടുതലുള്ളത് കൊണ്ട് ആ നിലയിൽ ചിന്തിക്കുക. ഗോത്രങ്ങൾ, ദൈവത്തിന് മഹത്വം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ് എബ്രായീം ഗോത്രം. അതിനെപ്പറ്റിയ 78-9 വായിച്ചത്. എല്ലാ ഭാഗവും ചിന്തിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഒക്കുന്നിടത്തോളം ചിന്തിക്കാം. പണ്ടൊരു തള്ള പറഞ്ഞു, ഒക്കുന്നേ ഓടിടായില്ലേ ഓലയിടാന്ന് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ എബ്രായീം ഗോത്രം, ദൈവത്തിന് മഹത്വം. ഈ നമുക്കറിയാം ഗോത്ര പിതാവ് യാക്കോബ്. അബ്രഹാമിനെ പറ്റിയും എബ്രായ ലേഖനത്തിൽ ഒരു പദമുണ്ട്, ഗോത്ര പിതാവാകുന്ന അബ്രഹാം എന്നൊരു പ്രയോഗമുണ്ട്. അതൊരു വിഷയം തെളിയിക്കാൻ പൗലോസ് കൊടുത്തിരിക്കുന്നതാ. എന്നാൽ സാധാരണ പഠിക്കുന്നത് ഗോത്ര പിതാവ് യാക്കോബും ഗോത്ര പിതാക്കന്മാർ രൂബേൻ മുതൽ ബെന്യാമീൻ വരെയുള്ളതായ 12 പേര്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ആയുധം ധരിച്ച ആ വില്ലാളികളാകുന്ന എബ്രായീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു. എബ്രായീം നമുക്കറിയാം, എബ്രായീം എന്നത് യാക്കോബിന്റെ മക്കളല്ല, പിന്നെയോ യോസെഫിന്റെ പിള്ളാരാ. യോസെഫിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച കുട്ടികളാണ് എബ്രായീമും മനേഷയും. വായിച്ച് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിന്റെ 50-51. ഉൽപ്പത്തി 41-ന്റെ 50. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും. അല്ലല്ല, 50-51 ക്ഷാമകാലം വരും മുമ്പേ. അങ്ങനെ വായിക്കണം. മുമ്പേ വായിച്ചത് വാക്യവാ 51. 50 മുതൽ അങ്ങോട്ട് വായിര്. ക്ഷാമകാലം വരും മുമ്പേ. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേഫിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകൾ. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ മകൾ ആസനത്ത് പ്രസവിച്ചു. പിന്നെ എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. അടുത്തത് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവൻ എഫ്രയീം എന്ന് പേരിട്ടു. യോസേഫിന് മിസ്രയീമിൽ വെച്ച് ജനിച്ച 2 പിള്ളേരാ. മൂത്തവൻ മനേഷെ, രണ്ടാമത്തവൻ എഫ്രയീം. ആ പദങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ക്ഷാമകാലം വരുന്നതിന് മുമ്പ് യോസേഫിന് 2 പുത്രന്മാര് ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനാകുന്ന പോത്തിഫേറയുടെ പുത്രി ആസനത്ത് പ്രസവിച്ചു. എന്റെ സകല കഷ്ടതയും പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതനും മനേഷെ എന്ന് പേരിട്ടു. അടുത്തതാ സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എബ്രായീം എന്ന് പേരിട്ടു. ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീയ അർത്ഥമുണ്ട്. ദൈവത്തിന് മഹത്വം. മൂത്തവൻ മനേഷെ, ആ വാക്കിന്റെ അർത്ഥം മറക്കുക.
മറക്കുക എന്ന് പറഞ്ഞാൽ മനീഷി ഉണ്ടായപ്പോ യോസേപ്പ് പല കാര്യവും പലതും മറന്നു. മറക്കാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായതാ ഇല്ലേ? ചേട്ടന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയതും സ്വപ്നക്കാരെന്ന് പറഞ്ഞ് കളിയാക്കിയതും യോമാരെല്ലാം കൂടെ കമ്മിറ്റി കൂടി, അടിയന്തര കമ്മിറ്റി കൂടി. അപ്പോൾ ഒരുത്തൻ കയറി പറഞ്ഞ അവന്റെ തുണി നമുക്ക് ആദ്യം ഉരിഞ്ഞെടുക്കണം. ഒരുത്തൻ പറഞ്ഞ് തുണിയെടുത്താൽ പോരാ, തുണിയെടുത്താലും വേറെ തുണി. പണ്ടേ യോസേപ്പിന്റെ തുണിക്കെതിരെയാ പ്രശ്നം. പിന്നെ ആദ്യം അപ്പനൊരു തുണി കൊണ്ട് കൊടുത്തു, അത് വിനയായി തീർന്നു. അത് കഴിഞ്ഞപ്പോൾ ആ തുണി ഇവന്മാരെല്ലാം കൂടെ ഊരിയെടുത്തേച്ച് പൊട്ടക്കിണറ്റിൽ തട്ടി. അവിടുന്ന് പിന്നെ വലിച്ചു കരക്കി കയറ്റി അടിമ ചന്തയെ കൊണ്ട് വില പറഞ്ഞപ്പോൾ അടിമത്തുണി, ആ തുണി ഉടുത്തോണ്ട് പോയി. പിന്നെ എന്നപ്പം പൊത്തിപ്പുറ വിലയ്ക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. അത് പിന്നെ വീട്ടിലെ ജോലിക്കാരന് കൊടുക്കുന്ന വേറെ തുണി. ആ തുണി ആയിട്ട് നിന്നപ്പോൾ അത് അള്ള കയറി ആ തുണിയിൽ കയറി പിടിച്ച ഉള്ള കാര്യമാണ്. അതിട്ടേച്ച് അകത്തോട്ടോട്ടില്ല, പുള്ളി പുറത്തോട്ടങ്ങ് ഓടി അള്ള തുണി ഷോക്കേസ് കൊണ്ടുപോയി. ഇടയ്ക്കിടയ്ക്ക് തള്ള യൂട്യൂബിലും ഇതിലൊക്കെ തുണി കാണിക്കും. യോസേപ്പിൻ്റെ കള്ളി തള്ള ചുമ്മാ യോസേപ്പിൻ്റെ തുണിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക തെളിവുണ്ടോ എന്ന്. തെളിവ് എന്നാ തെളിവ്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ തള്ളയുടെ കയ്യിലൊരു തുണി ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞപ്പോ യോസേപ്പിനെ അപമാനക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗൃഹത്തിൽ, ആ ജയിലിൽ വേറെ തുണിയാ പ്രശ്നം. ജയിലിൽ വീട്ടിലെ തുണി ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? അത് ജയിലിൽ വേറെ തുണി. ആ തുണിയൊക്കെ കൊടുത്ത് ചില നാളുകൾ അവിടെ നിന്നയൊക്കെ സഹിച്ച് നിന്നെങ്കിലും ദൈവം കൈവിട്ടില്ല. ഒടുവിൽ പറവോനൊരു സ്വപ്നം കണ്ട് ആ സ്വപ്ന വ്യാഖ്യാനം നടത്താൻ യോസേപ്പിന് കുണ്ടറയിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവന്നപ്പോൾ പറവൻ വേറൊരു തുണി കൊടുത്തു. ആ 41:14 വായിച്ചേര് ദൈവദാസി. പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന്. ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി. പിന്നെ അവൻ ക്ഷൗരം ചെയ്യണം. മുടിയും താടിയൊക്കെ നല്ല വൃത്തിയാക്കണം. ചുമ്മാ ഭൂതം വരുമ്പോഴൊന്നും നീ വരരുത്. സിത്രൂഷയാന്നും പറഞ്ഞ് പണ്ട് തലവിടിയിലെ ഓമനാണ് സിത്രൂഷ. അങ്ങ് സിത്രൂഷ. ദൈവദാസന്മാരാന്നേലും കൊള്ളാം, വിശ്വാസികളാന്നേലും കൊള്ളാം. എല്ലാം ഇന്നാളൊരു ഉപദേശിയെ കണ്ട് ഇല്ല, വീതുളി പോലെ കൃതാവ്. വീതുളി റൈറ്റ് നൗ എന്നതാണ് ഇവനെല്ലാം വാട്ട് പിടിച്ചതിനെ എല്ലാം കൂടെ. ഇത് പ്രോഗ്രാം അല്ല, ഇത് ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്ക് അതിന്റെ മാന്യതയുണ്ട്, അതിന്റെ പവിത്രതയുണ്ട്, അതിന്റെ ശ്രേഷ്ഠതയുണ്ട്. അതല്ലയോ പൗലോസ് പറഞ്ഞേ, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കി. നീ ആടിക്കറിയാനായതല്ല, ദൈവം നിന്നെ ആക്കാൻ കാര്യമെന്നാ? നീ വിശ്വസ്തനെന്ന് കണ്ടത് കൊണ്ടാ. ഞാനും നിങ്ങളും വിശ്വസ്തരെന്ന് കണ്ടതുകൊണ്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷയ്ക്ക് എന്നെ നിന്നെ ദൈവമാക്കിയത്. നീ അത് വിശ്വസ്തയോടെ കാത്തില്ലെങ്കിൽ നിന്നെ മാറ്റിയേച്ച് അടുത്തയാളിനെ ദൈവം കയറ്റും. അന്നേരം നീ അതിലെല്ലാം കൂടെ കോത്തലവടി കള്ളും പൊള്ളും പറഞ്ഞ് നടന്നാ പോരാ. ഞാൻ ആരംഭകാലത്തുണ്ടായിരുന്ന സ്തോത്രം, ഞാൻ സ്റ്റാർട്ടിങ് മുതൽ, എന്താ 500-ന്റെ മോട്ടറല്ലേ, സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങളുടെ നടുമുറിക്കകത്തായത് തുടങ്ങിയത്. എന്നാ നീ നടുമുറി പിന്നെ പൊളിച്ചു കളഞ്ഞത്? എടാ, അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ നിന്നെ ദൈവം വിചാരകനാക്കും. ലോകം മുഴുവൻ നിനക്കെതിരെ വന്നാൽ സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാക്കി. ഇത് നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ജിപിയങ്കാര് പാടുന്ന ഒരു പാട്ടുണ്ട്, നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. നിരപ്പിൻ ശുശ്രൂഷയാൽ താതനോടൊന്നാക്കുവാൻ വേർപാടിന്റെ നടുചുവർ ഇടിച്ചുവല്ലോ. സ്വയമതിലില്ല, ഭയമതിലില്ല, സ്വയമതിലില്ല, ഭയമതിലില്ല. താതൻ തൻ ഹിതത്തെ തികപ്പതിനായി സ്വയമതിലില്ല, ഭയമതിലില്ല. താതൻ തൻ ഹിതത്തെ തികപ്പതിനായി. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ സൗമ്യന ഭക്തിമാര കുരിശതിൽ മരണം വരെ. നന്മയാൽ തിന്മകളെ ജയിച്ചവൻ
വിശ്വസ്തരെന്നെണ്ണി ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്കുക. അത് നന്നായിട്ട് ചെയ്തോണം. അപ്പൊ യോസേപ്പ് കിടന്ന കിടപ്പിൽ വന്ന് ശുശ്രൂഷ ചെയ്യല്ല. ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പോവാ. എന്നാ ആ കിടപ്പിൽ തന്നെ ഗ്ലോറി എന്നും പറഞ്ഞ് കയറി വരികയാണോ? അയ്യോ, വായിച്ചേ എന്നാ അടുത്തെന്ന്. വസ്ത്രം മാറി. അല്ല, അതിന്റെ മേളിൽ, അതിന്റെ മേളിലത്തോട് ചേർത്ത് വായിക്കാൻ. അവൻ ക്ഷൗരം ചെയ്യിച്ചു. അത്യാവശ്യമാണ്. വസ്ത്രം മാറി. ക്ഷൗരമൊക്കെ ചെയ്യിപ്പിച്ചു. ഒക്കെ എല്ലാം നല്ല മാറി. വെടിപ്പാക്കി കൃത്യമാക്കി. അങ്ങനെ പോട്ടെ. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. വസ്ത്രമൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ആ കിടന്ന കിടപ്പിൽ വന്ന് ശുശ്രൂഷ ചെയ്യരുതെന്ന്. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ യോഗ്യമായ വസ്ത്രം ആരായിരിക്കണം? അത്യാവശ്യമാണ്. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ വെടലകൾ ഒത്തിരി ഉണ്ട്. വസ്ത്രത്തെയല്ല, ഹൃദയങ്ങളെ. എന്നാ കത്തി കൊണ്ടുപോടാ, കീറ ഹൃദയങ്ങളെ. അകവും പുറവും വെടിപ്പാക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. പുറം മാത്രം ഇങ്ങനെ വെള്ളം ഇട്ടാ പോരാ, അകവും വെടിപ്പാകണം. അകം മാത്രം വെടിപ്പായ പോരാ, പുറവും വെടിപ്പാകണം. അതിന് ഉദാഹരണം കർത്താവ് പറഞ്ഞല്ലോ, കിണ്ടുകിണ്ണങ്ങളുടെ പുറം നിങ്ങൾ വെടിപ്പാക്കുന്ന അകമോ. അപ്പൊ അതിന്റെ അർത്ഥം തന്നെ അകവും പുറവും വെടിപ്പാകണം. അത് രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അതിന് യോഗ്യത കൊണ്ട്. ഇതൊന്നും പ്രസംഗിക്കുന്ന എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അതിനാൽ എന്നെ പറ്റി പറയാം, അയാൾ വായി വരുന്നതാണോ ഇത്? ഇന്ദ്രോത്രി. എനിക്ക് അങ്ങനെ പറയാനും അറിയാം. ഉപദേശം പറയണ്ടേ? അല്ല, ഉപദേശം പറയണമെങ്കിൽ പറയുന്ന ആൾ ഉപദേശത്തിൽ നിൽക്കണ്ടേ? അത് വേണം. അല്ലെങ്കിൽ അപ്പറാൻ അല്പം കട്ടുപുജിച്ച അമ്പലവാസി മൊത്തം കക്കും. താളക്കാരന് താളം പോയാൽ മേളക്കാരൻ അവതാളത്തിൽ. ഓദിക്കുന്നവൻ ഓത്ത് പിഴച്ചാൽ ഒരു ബന്ധിക്കും മൊത്തം തെറ്റും. ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ ശിഷ്യൻ 51 പിഴയ്ക്കും. ഉപദേശത്ത് നിന്നിട്ട് ഉപദേശം പറയണം. എന്നാ ഇപ്പൊ ആരും ഉപദേശം പറയാത്ത? ഉപദേശത്ത് നിൽക്കുന്നില്ല. ഉപദേശം വിട്ടാൻ നോക്കുവോ? ഉപദേശം പറയുമ്പോ നല്ല മൂച്ചുള്ള പെണ്ണുങ്ങൾ ദാനം എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചാലോ? ഉള്ള ഇപ്പൊ എല്ലാം പമ്മിങ്ങനെ ഇരിക്കുക. അല്ല, ആറ്റം സൈസുകളാ. അല്ല, ഇപ്പൊ പമ്മിങ്ങനെ ഇരിക്കുന്നതന്നെ ഉള്ളു. ഉള്ള അടുത്ത് നോക്കണം ഓരോന്നിന്റെ തനിനിറം. പണ്ട് കുഞ്ഞാപ്പിച്ചാൻ പറഞ്ഞ പോലെ കുഞ്ഞാപ്പിച്ചാൻ വീടിന്റെ വിസിറ്റിങ്ങിന് അങ്ങോട്ട് പോവുക വിശ്വാസികളുടെ. അപ്പൊ 2 കയ്യാല അതിന് ഇടയിൽ കൂടെ അങ്ങോട്ട് നടക്കുക. അപ്പൊ 2 കയ്യാലയുടെ മേളിൽ 2 വിശ്വാസികള്. അവിടെ ഒരു വിശ്വാസി, ഇവിടെ ഒരു വിശ്വാസി. അപ്പൊ കയ്യാലയുടെ അതിനെന്നാ പറയുന്നത്? ഇടയ്ക്കൂടെ പോകുന്നത് തൊണ്ട് തേങ്ങാടെ തൊണ്ടല്ല. അപ്പൊ തൊണ്ടിൽ കൂടെ കുഞ്ഞാപ്പിച്ചാൻ അങ്ങോട്ട് പോവുക. അപ്പം ഈ പെണ്ണുങ്ങൾ രണ്ടും ഈ സഭയിലുള്ളതാ. രണ്ടും നല്ല കൊമ്പ് കോർത്ത് നിൽക്കുക, നല്ല വർത്താനമാണ് പറയുന്നത്. കുഞ്ഞാപ്പിച്ചാൻ കേട്ടു. അങ്ങോട്ട് വിസിറ്റിങ്ങിന് ചെല്ലുക. ഡാഷ് ഡാഷ് 2 പേരും വാശിക്ക് പറയുക. പുള്ളി ഒന്നും മിണ്ടില്ല. പുള്ളി തിരിച്ചിഞ്ഞ് പോന്നു വെച്ച് പിറ്റേന്ന് ഞായറാഴ്ച ഈ 2 പെണ്ണുങ്ങൾ ഇങ്ങനെ അറകല തുള്ളും പോലെ വിറ്ററിയുന്നു. അത് കഴിഞ്ഞ് സാക്ഷിക്ക് സമയം കൊടുക്കാൻ നേരത്ത് അദ്ദേഹം വലിയ പരിജ്ഞാനമുള്ളവന് കൂർമ്മ ബുദ്ധിക്കാരനുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ നമ്മുടെ സഭയിലെ 2 സഹോദരിമാരുടെ ഭവനത്തിൽ വിസിറ്റിങ്ങിനായിട്ട് പോയപ്പോൾ അവർ 2 പേരും അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 പേരും ജീവശാസ്ത്രപരമായിട്ടാണ് സംസാരിച്ചെന്ന്. പുള്ളി നല്ല ബുദ്ധിയോടെ കൈകാര്യം ചെയ്തു. കാരണം ജീവശാസ്ത്രപരമായിട്ട് അവര് മനസ്സിലായി കാണുമല്ലോ. അന്യോന്യമേ വാശിക്ക് വിളിച്ചതാ. അപ്പൊ പുള്ളി അത് വളരെ വളരെ തന്മയത്വത്തോടെ പറഞ്ഞു. അതുകൊണ്ട് ജീവശാസ്ത്രപരമായി സംസാരിച്ച 2 പേരും അതിന് നിരപ്പ് പ്രാപിക്കാതെ ഇന്ന് സാക്ഷി പറയണ്ട. ആർക്കും ഒട്ടും പിടികിട്ടിയില്ല എന്ന കാര്യങ്ങളല്ല. എന്ന് പറഞ്ഞ പോലെ ജീവശാസ്ത്രപരമായിട്ട് സംസാരിക്കുന്നൊരു ഇതിനകത്തുണ്ട്, കാണും. പിന്നെ എത്ര എണ്ണം? വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കുകയും ചെയ്യണം. ആട്ടെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. ശുശ്രൂഷയ്ക്ക് അതിന്റെ മാന്യതയുണ്ട്, അതിന്റെ യോഗ്യതയുണ്ട്. എല്ലാ കാര്യത്തിനും അതിന്റെ യോഗ്യതയുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ആട്ടെ, നമുക്ക് ആ ഭാഗം വിടാം. അപ്പോൾ യോസേപ്പിനെ അവർ കൊണ്ടുവന്ന് യോസേപ്പ് അവനെ ക്ഷൗര്യം ചെയ്യിപ്പിച്ച് വസ്ത്രം മാറി പിന്നെ ഫറവോന്റെ അടുക്കൽ ചെന്നു. അങ്ങനെയാ ചെന്ന് സ്വപ്ന വ്യാഖ്യാനമൊക്കെ നടത്തിയത്. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ യോസേപ്പിന്റെ ജീവിതത്തിൽ അനേകർ തന്നെ ഉപദ്രവിച്ചു. ജ്യേഷ്ഠന്മാര് ദ്വേഷിച്ചു, അധികം ദ്വേഷിച്ചു. സമാധാനത്തോടെ അവനോട് സംസാരിച്ചില്ല. എന്തെല്ലാം വൈതരണികളാ. പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നു. അപവാദക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ മനേശ ജനിച്ചപ്പോൾ യോസേപ്പ് ഇതെല്ലാം മറന്നു.
എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ ഉപദ്രവിച്ചവരും വേദനിപ്പിച്ചവരും നിങ്ങൾക്കെതിരെ മുമ്പേ പറഞ്ഞതുപോലെ നാടൻ ഭാഷയ പാര വെച്ചവരും ടോർപ്പിട വെച്ചവരും ഒക്കെ കാണും. പക്ഷേ ഒരു കാര്യം പറയാം, നീ അതങ്ങ് വിട്ടുകളഞ്ഞേര്, മറക്ക്, അങ്ങ് ക്ഷമിക്ക്, നിനക്കൊരു ദോഷവും വരികയില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നായി പറയുന്നത്. അയ്യോ, മുമ്പേ ഞാൻ സൂചിപ്പിച്ചില്ലേ എന്തെല്ലാം ദോഷമാ ഒപ്പിച്ചത്, എന്തെല്ലാം ദോഷം, അയ്യോ എന്തെല്ലാം ദോഷം. ഒന്നിനും മറുപടി പറയാൻ പോയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ സംസാരിപ്പാൻ ദൈവം കൃപ നൽകുന്നു. വിശേഷിച്ച ഈ ചാനലിൽ കൂടെ തന്നെ പറയുവാൻ ദൈവം എന്നാന്ന് ചിലർക്ക് പിടികിട്ടി കാണും. നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ഒന്നും പിടികിട്ടില്ല. ഞാൻ ആ യോഗം കഴിഞ്ഞ് പറയാം. ദൈവത്തിന് മഹത്വം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ദൈവത്തിന് മഹത്വം. എനിക്കെതിരെ എത്ര എണ്ണമാ. അയ്യോ, ഇപ്പൊ കൺവെൻഷനിൽ പ്രസംഗിക്കുന്നവര് തന്നെ പാരയായിരുന്നു. പേരൊന്നും ഞാൻ ചിലപ്പോൾ ഓർക്കും ഇവന്റെ എല്ലാം പേരങ്ങ് പറഞ്ഞാൽ കൊള്ളാന്ന്. പിന്നെ ഞാൻ അങ്ങ് അടങ്ങുക. ഇപ്പൊ എല്ലാം മിടുക്കന്മാരായിട്ട് നിൽക്കുകയല്ലേ, തിളങ്ങുകയല്ലേ, തിളങ്ങിക്കൂ. പക്ഷെ ഒരു ദിവസം കണക്ക് കൊടുക്കണം. ഒരു ദിവസം ദൈവകോടതിയുടെ മുമ്പിൽ സകല എണ്ണവും നിൽക്കണം. അന്ന് കണക്ക് കൊടുക്കണം. കൊടുത്തേ ഒക്കൂ. അതിനിപ്പുറം നിരപ്പാകേണ്ട വിഷയത്തിൽ നിരപ്പായില്ലെങ്കിൽ ദൈവം പിടിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാ. അതുകൊണ്ട് എനിക്ക് സകലരോടും പറയാനുള്ളത്, നമ്മളങ്ങ് മറക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും വരികയല്ലെന്ന്. ദൈവത്തിന് മഹത്വം. മനേശ ജനിച്ചപ്പോൾ യോസേഫ് ഇതെല്ലാം മറന്നു. മനേശ എന്ന വാക്കിന്റെ അർത്ഥം അവൻ മറക്കുക എന്നുള്ളതാ. ഒന്നാമത്തവൻ മനേശെ, രണ്ടാമത്തവന്റെ പേരാണ് എബ്രഹീം. സങ്കടദേശത്ത് എന്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞവൻ രണ്ടാമത്തവന് എബ്രഹീം എന്ന വാക്കിന്റെ അർത്ഥം വർധനമെന്ന്. എന്റെ സഹപഠന്മാരോടൊരു കാര്യം പറയാ, നമുക്കെതിരെ ദോഷം നിരൂപിച്ചവരും ചിന്തിച്ചവരും ഒക്കെ ഉണ്ട്. നീ മറുപടി പറയാനും പോകണ്ട, എതിർക്കാനും കേസിനും കോടതിക്കും പോകണ്ട. അതെല്ലാം വിട്ടുകളഞ്ഞാൽ, മറന്നു കളഞ്ഞാൽ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. യോസേഫ് അത് മറന്നത് കൊണ്ട് രണ്ടാമതൊരു ചെറുക്കനെ കിട്ടി. അവന്റെ പേരാണ് വർദ്ധനവ്. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ഓ, നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തിന് നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്ക് മുടക്കം വരുത്തുകയില്ല. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. യെശയ്യാവ് പറയുന്നത്, നിനക്ക് മുമ്പായിട്ട് അവൻ നീതി അങ്ങോട്ട് ചെല്ലും. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും. വിൺമയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. വിൺമയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. അനുഗമിച്ചിടും ഞാൻ കുരിശിൽ മരിച്ചുയർത്ത നാഥനെ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനെ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനെ. ശോധന വളരെ മേദിനിയിൽ ഉണ്ടെന്നാലും, ശോധന വളരെ മേദിനിയിൽ ഉണ്ടെന്നാലും, വേദനയേറും വേളകളേറെ വന്നാലും, വേദനയേറും വേളകളേറെ വന്നാലും അനുഗമിച്ചിടും ഞാൻ പരനെ. കുരിശിൽ മരിച്ചുയർത്ത നാഥനെ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനെ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനെ. ദൈവത്തിന് മഹത്വം കൊടുക്ക. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. നിനക്കൊരു ദോഷവും വരികയില്ല. പുസ്തകം എങ്ങനെയാ പഠിപ്പിക്കുന്നത്? അങ്ങനെ തന്നെ യഹോവയൊരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. അനുഭവിക്കുന്നവർ അടങ്ങിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു ദോഷവും ദൈവം വരുത്തുകയില്ല.
രണ്ട് പിള്ളേര്, മൂത്തവൻ മനുഷ്യ, ഇളയവൻ എബ്രഹീം. ഓടിച്ചു മുമ്പോട്ട് എബ്രഹീമിനെ പറ്റി പഠിപ്പിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തുണ്ടായിരുന്നെന്ന. എബ്രഹീമിന്റെ അമ്മ ആസനത്ത് എന്ന് പറഞ്ഞാൽ മിസ്രൈമിലെ ഓനിലെ പുരോഹിതൻ പോത്തിഫറയുടെ പുത്രി ആസനത്ത് യോസേഫിന്റെ ഭാര്യ. ആ സ്ത്രീയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എബ്രഹീമിന് മുടന്തുണ്ടായിരുന്നെന്ന. രണ്ട് വാക്യത്തിൽ ആ സാധാരണ മുടന്തുണ്ടെന്ന് സാധാരണ വേറെ പഠിതാക്കൾ ചിലർ തെളിയിക്കുന്നത്. രണ്ട് വാക്യം വായിച്ചു. ഹോശിയ പ്രവചനം 13:13 ഹോശിയ 11:2 പെട്ടെന്ന് വായിച്ചു. എബ്രഹീമിന് മുടന്തുണ്ടെന്ന് തെളിയിക്കുന്ന രണ്ട് വാക്യങ്ങൾ അതാ. ഹോശിയ 13:13 പെട്ടെന്ന് വായിച്ചു. നോവ് കിട്ടിയ സ്ത്രീയുടെ വേദന അവനുണ്ടാകും, അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ അവൻ അവനുണ്ടാകും, അവൻ ബുദ്ധിയില്ലാത്ത മകൻ സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നു. സമയമാകുമ്പോൾ അവൻ ഗർഭദ്വാരത്തിങ്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ മുടന്തി കിടന്നത് കൊണ്ട് പ്രസവ സമയത്ത് കറക്റ്റ് ടൈമിൽ കുഞ്ഞ് അമ്മയുടെ ഗർഭദ്വാരത്തിങ്കൽ എത്തിയില്ല. അത് മുടന്തുണ്ടായിരുന്നെന്ന. അതൊന്നുകൂടെ ആക്കാൻ തെളിയിക്കുന്നതാ 11:2 വായിര്. അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി ബാൽബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടക്കാൻ ശീലിപ്പിച്ചു മുടന്നുണ്ടായിരുന്നെന്ന. അപ്പൊ രണ്ട് വാക്യത്തിൽ ആ സാധാരണ തെളിയിക്കുന്നത് ഈ സമയത്ത് ഗർഭദ്വാരത്തിൽ എത്തിയില്ല, കാരണം അകത്ത് മുടന്തി കിടക്കുക. എന്നാൽ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോൾ സൂതികർമ്മണികൾ പറഞ്ഞെന്നാ പറയുന്നത് യോസേപ്പിനോട്, കുട്ടിയെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വകയില്ല, ബുദ്ധിമുട്ടാ. അപ്പോൾ കുട്ടിക്ക് മുടന്തുണ്ടെന്ന്. അപ്പോൾ യോസേപ്പ് പറഞ്ഞെന്നാ പറയുന്നത് ചരിത്രം, മുടന്തുണ്ടെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാ മതി എന്ന്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. മുടന്തുള്ള കൊച്ചിനെ കിട്ടി. സാധാരണ വേദപഠിതാക്കളൊക്കെ പറഞ്ഞത് ഈ മുടന്തുള്ള കൊച്ചിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ യോസേപ്പ് ഈ കൊച്ചിനെ അങ്ങോട്ട് ഉയർത്തിയേച്ച് പറഞ്ഞെന്നാ പറയുന്നത്, കർത്താവ് മുടന്തുണ്ട്, പക്ഷെ നിന്റെ കരത്തിലോട്ട് തരിക. ഇതിന് അപാകതയുണ്ട്, പോരായ്മയുണ്ട്, ബലഹീനതയുണ്ട്, പക്ഷേ സകലതും നന്നായി ചെയ്യുന്ന നിന്റെ കരങ്ങളിലോട്ട് തരിക. ഇതിനെ വർദ്ധിപ്പിച്ചു തരണം. ഇന്ന് രാത്രിയിൽ ആമേൻ മനോവേദനയോട് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി പരിഹരിക്കുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് പൊൻ നിലവിളക്കണ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്നവൻ, ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആകാശത്തെ വെള്ളിക്കോൾ കൊണ്ട് ആമേൻ വരച്ചവനും അളക്കുന്നവനും, ഭൂമിയിലെ പൊടിയല്ല നേടിയിൽ കൊള്ളിക്കുന്നവൻ, അതിന് വൃത്തം വരച്ചവൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഗുരു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി നിനക്ക് പ്രയാസമുള്ള വിഷയം അങ്ങോട്ട് കൊടുക്ക്, തൃക്കരങ്ങളിലേക്ക് കൊടുക്ക്. അത് ഇന്ന് രാത്രി നന്നായിട്ട് പരിഹരിച്ച് അതിന് കേടുപാടുകൾ മാറ്റി, അപാകത മാറ്റി, പോരായ്മകളെ മാറ്റി, പരുവത്തിന് അത് പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയുടെ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമുക്ക് ബുദ്ധിമുട്ടുള്ളതെല്ലാം അങ്ങോട്ട് കൊടുക്കണം. സാറ് പണ്ടൊരു പാട്ട് പാടി, അല്പമാമുപകരണം കൊണ്ട് നൽപടുന്ന മകത്തായ വേലകൾ ചെയ്തും ശില്പികൾ കൂട്ടയവനെ നീയേജിൽ പുരുഷൻ ചിരന്തര നമസ്കാരം നമസ്കാരം മാനുവൽ മനുജസുരാനിന്റെ മാനമേറും തൃപ്പാദങ്ങൾ വണങ്ങിയങ്ങൾ മംഗളമോദിടും നീത ഓ നിത്യം മഹിമയുണ്ടായിടട്ടെ നിനക്കുനാഥ മാനുവൽ മനുജസുരാ. അല്പമായ ഉപകരണം കൊണ്ട് നൽപ്പിടുന്ന മകത്തായ വേലകൾ ചെയ്യുന്നവനാ നമ്മുടെ ദൈവം. അങ്ങോട്ട് കൊടുത്താൽ മതി. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഇന്ന് രാത്രി ഭാരത്തോടിരിക്കുകയാണോ? നിരാശപ്പെടണ്ട, അങ്ങോട്ട് കൊടുക്ക്. കുടുംബ വിഷയത്തിൽ ഞരങ്ങിയിരിക്കുന്ന ആരെയും ഉണ്ടോ? നിരാശപ്പെടണ്ട, അങ്ങോട്ട് കൊടുക്ക്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടിൽ ഞരങ്ങുന്നുണ്ടോ? ഒന്നും ഭാരപ്പെടണ്ട, അങ്ങോട്ട് കൊടുക്ക്. മർക്കോസ് 7:37 നമുക്കറിയാം എങ്ങനെ അവൻ സകലതും നന്നായി ചെയ്തെന്നാ. ഇന്ന് രാത്രി മുഴുവൻ നന്നായി ചെയ്യുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് ഭാരമുള്ളതെല്ലാം അങ്ങോട്ട് കൊടുക്ക്, അവിടുന്ന് അതെല്ലാം നന്നായി ചെയ്യുമെന്ന്. എല്ലാം നന്നായി ചെയ്യും. ദൈവത്തിന് മഹത്വം. സാറ് ഒരു വരി ഇങ്ങനെ ഞാൻ എപ്പോഴും ചൊല്ലുന്നതാ, എനിക്കിഷ്ടം ആ ഭാഗമൊക്കെ. ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പറയുക പതിവുണ്ട്. അതിങ്ങനെ, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായൊരു ശിംശോൻ 1000 ഫെലിസ്ത്യരെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ. ശ്രുതി കിട്ടു, ശ്രുതി കിട്ടു. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ
നാസിറായൊരു ശിംശോനായിരം പലസ്തീനെ കാശിനി തന്നിൽ കൊന്നു വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈശനെ നിനക്കെന്നാൽ ദുശ്ശകമെന്തെന്നുള്ളൂ. സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തീകരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്വലമാ ചാപമായി തീരുമെങ്കിൽ ഉത്തമാനിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ. മോശയിന്നാവനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു. ദാശരെ പ്രഭാഷണ പടുക്കളാക്കി തീർത്തു. മോശമായ ഒന്നുമില്ല നിന്നൂടെ കരം ചേർന്നാൽ. ഊഴിക്ക് നിർമ്മാതാവേ ദൈവനിർണയമാകും, ആടുകിലാരങ്ങും. എല്ലാം ചൊല്ലാൻ നേരമില്ല. ഞാൻ പണ്ട് ചൊല്ലിപ്പോയി തള്ള പറഞ്ഞ് ഹിന്ദുമാർഗത്തിൽ നിന്ന് വന്നതിന്റെ ബന്ധനം ഇതുവരെ അഴിഞ്ഞിട്ടില്ലെന്ന്. തള്ളക്ക് വട്ടാന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഞാൻ കണ്ട തള്ളയൊന്നും ഉറുകിതൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ ചെയ്യുന്ന കണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ യോഗം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്ന് ഇച്ചിരിയോട് അഴിയാനുണ്ടെന്ന് പറഞ്ഞു. പാവം പിടിച്ച അമ്മയോട് എന്നാ പറയാനാ. അപ്പൊ ശ്രദ്ധിക്കുക, കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ല കരം കഴുത. ഫെലിസ്തീന് വന്ന് വട്ടമിട്ട് നിന്നപ്പോൾ ശിംശോൻ നോക്കി, കയ്യിൽ ആയുധമൊന്നുമില്ല. പിന്നെ നോക്കിയപ്പോ ഒരു കഴുതയുടെ പച്ചത്താടിയല്ലേ, ശരിക്കും പിടിക്കാൻ പോലുമില്ല. ചേടി അങ്ങോട്ടെടുത്തപ്പോൾ എന്റെ ഭാഷയാ അഭിഷേകം വ്യാപരിച്ചു. അതിനായി അഭിഷേകം പ്രാപിക്കാൻ പറയാന്നേ. നീ സെക്രട്ടറി ആക, അമ്മറ്റി ആക, ഔൺസിൽ ആ കുന്തവാന്നും പറഞ്ഞ് അഭിഷേകവും പ്രാപിക്കാതെ ചുമ്മാ വന്ന് ഒരു മുഴുത്ത വാഴ്ചയും കെട്ടി ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാതെ നീ അഭിഷേകം പ്രാപിക്കണം. ദൈവമക്കൾ ഒന്ന് ചാൽമാവിൽ ആരാധിക്കുമ്പോ ഞാൻ വലിയ പുള്ളിയാണെന്നും പറയും. എല്ലാവരുടെയും കാര്യമല്ല അഭിഷേകം പ്രാപിക്കാത്തവരെ പിന്നെ അഭിഷേകം പ്രാപിക്കണ്ടേ. എല്ലാവരും പാട്ട് പാടി ആരാധിക്കുമ്പോ ഇവനിങ്ങനെ കുറുക്കാനിരിക്കും പോലെ മമ്മി ഇരിക്കുക. എടാ, സഭയ്ക്കകത്ത് വരുന്നത് അകലെയെണ്ണോ അഭിഷേകം പ്രാപിക്കണം. ഇത് ബെന്തിക്കോസാ. സ്തോത്രം. അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. നിന്നു പോയെന്ന് ചിലരൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അതവിടെ നിൽക്കട്ടെ. നമുക്കറിയാമല്ലോ നിന്നിട്ടില്ലെന്ന്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശക്തമായ പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ മുഴങ്കാലമടക്കി എന്റെ ഭാഷയ 2 ശീലി പാട്ടുമൊക്കെ പാടി ഒരു വശം പൊട്ടിയ തമ്പേറാന്നിൽ ഒന്ന് കൊട്ടി ഏകാഗ്രതയോടൊക്കെ ഒന്ന് തമ്പേറടിച്ച് പാട്ട് പാടി മുഴങ്കാലുമേൽ ഇരുന്ന ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞ് നീ ഒന്ന് ആത്മാവിൽ വിലപ്പെട്ട് പർവ്വതസമമായ പ്രശ്നങ്ങളും മെഞ്ഞുരുകിപ്പോകുന്നത് പോലെ അത് അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളും അനുഭവിക്കുന്നവരാ. ഇന്ന് രാത്രി സഭയ്ക്കകത്തുള്ള സകലയെണ്ണോ അഭിഷേകം പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പുഷ്ടി നിമിത്തം അവൻ നുകന്തകരുമെന്നാ പറഞ്ഞത്. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തിയിൽ വേണം ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ. ഹല്ലേലൂയ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. പണ്ടത്തെ ആരാധനയൊക്കെ അനുഭവിച്ചവരുണ്ട്. അതൊക്കെ മുഴങ്കാലും മേലിരുന്ന് എന്തോ സന്തോഷവും വിടുതൽ. ഇപ്പൊ കസേര കളി ആയതുകൊണ്ട് എല്ലാം കസേര കളിയാ. അതെ, കോവിഡ് വന്നേ പിന്നെ മുഴുവൻ കസേര കളിയാ. പിന്നെ പാട്ടുകാർക്ക് നമ്മൾ ഇത് റേറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സ്തോത്രം. നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. പിന്നെ അവര് പറയും കൈ പൊക്ക വീശ എന്നൊക്കെ ചിലരെ. ഇവര് പിന്നെ വലിയ കുഴപ്പമില്ല. അത് കാരണം ശരിയായിട്ട് ആരാധനയെങ്ങും ഒന്നുമില്ല. എല്ലാം ആരാധന കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് പോവുക. പണ്ടത്തെ ആരാധന ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കുന്നത് ഇങ്ങോട്ട് വരിക. മെഡിക്കൽ കോളേജുകാർ തള്ളിക്കളയുന്നല്ല ഈ പെന്തിക്കോസ് ആരാധന വരിക, വിടുതല. ഇപ്പൊ ആരാധിച്ചു പറയാ പാസ്റ്റർ ഞാൻ ഇടയ്ക്ക് പോകും, പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞേ പോകും, എവിടെ പോകുന്നു? മെഡിക്കൽ കോളേജിലോട്ട് പോവുക. എന്തുവാടാ ആരാധന? ദൈവത്തിന് മഹത്വം. രോഗത്തിനേറ്റ വൈദ്യനാം എനിക്കവൻ അനാരതം. രോഗത്തിനേറ്റ വൈദ്യന എനിക്കവൻ അനാരതം. വൈക്കുന്ന നന്മകൾ കൊരന്തമില്ലതന്തയാപരം. വൈക്കുന്ന നന്മകൾ കൊരന്തമില്ലതന്തയാപരം. കാക്കുന്നവൻ കൃപാകരം ചേർക്കില്ലതല്ലോ രാമയം. കാക്കുന്നവൻ കൃപാകരം ചേർക്കില്ലതല്ലോ രാമയം. സ്തുതിച്ചിടാ എന്നന്തരംഗമേ അവൻ നന്മകൾ മറപ്പതോ. എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ. എന്നുള്ളമേ സ്തുതിക്കണീ യഹോവയെ നിരന്തരം. എന്നുള്ളമേ സ്തുതിക്കണീ യഹോവയെ നിരന്തരം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്.
എന്റെ അച്ചായ എനിക്കിന്ന് നിർത്താൻ തോന്നുന്നില്ല കേട്ടോ. സത്യം പറയും, ദൈവം സാക്ഷി, എനിക്ക് നല്ല മയിക്കും മോനെ. ഇനി ഞാൻ എവിടെ വന്നാലും ഇതുപോലെ ചെയ്തു തരണം, ഇല്ലേ മാണിച്ചനെ ഞാൻ പൊരിപ്പിക്കും. ആ ആ എന്റെ പിള്ളേരാണെങ്കിലും ആരുടെ പിള്ളേർ വളരെ നന്നായിരിക്കുന്നു. ഈ പരുവത്തിന് തരണം നിങ്ങൾ എവിടെയെങ്കിലും വന്നാൽ. നിങ്ങൾ പാട്ടുകാരും നന്നായിരിക്കുന്നു. എന്തോ വർത്താനം പറയാന്നോ മോനെ, നന്നായിരിക്കുന്നു കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മകത്ത് എനിക്ക് അങ്ങനെ 12 മണി വരെ നിന്നാ കൊള്ളാന്നുണ്ട്. ഓ ഇല്ല, പേടിക്കണ്ട, അങ്ങനൊന്നും നിൽക്കുകയല്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് പ്രയാസമുള്ളതെല്ലാം അങ്ങോട്ട് കൊടുക്കേ. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടികളാൽ നാസറായ ഒരു പിന്നൊരു കാര്യമുണ്ട്. താടികൾ എടുത്തത് നാസീവ്രതസ്ഥനാ. ചുമ്മാ വട്ട് കളിച്ച് നടക്കുന്നവരെടുത്ത പെളിച്ചതിന്റെ അടിച്ചിൽ ഇളക്കി കളയും. അത് എടുത്തത് നാസീവ്രതസ്ഥനാ. കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടികളാൽ നാസിറായ ഒരു ശിംശോൻ, അങ്ങതാ നാസീവ്രതസ്ഥനായത് എടുത്തത്. അതുകൊണ്ടാ. എന്തുവാ നാസീവ്രതസ്ഥന്റെ പ്രമാണം? വായിര് 6:1 മുതൽ വായിര്. എന്റെ വിഷയമല്ലെങ്കിലും കയറി വരുന്നുണ്ട്. വായിര് ഏതാറാന്നായിരിക്കും. മൂവാറ്റുപുഴ 6 അല്ല, പമ്പയാറും അല്ല, സംഖ്യ 6. പെട്ടെന്ന് വായിര്, പെട്ടെന്ന് വായിര്. നാസിർ വ്രതകാലത്തൊക്കെയും 1 മുതലാണോ? യഹോവ പിന്നെയും മോശെയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, അപ്പോൾ ഇത് ആർക്ക് വേണേലും ആചരിക്കാം. പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടത്. ഇത് നിർബന്ധിച്ചല്ല, തന്നെത്താനാ. ഇതാരും സമ്മർദ്ദം ചെലുത്തി എടുക്കുന്നതല്ല, തന്നെത്താൻ. തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസിർ വ്രതം എന്ന വിശേഷവിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വ്രതം ദീക്ഷിക്കുന്നവന്റെ ദീക്ഷയാവിത്. വീഞ്ഞും മദ്യവും വർദ്ധിക്കണം, വീഞ്ഞും മദ്യവും വർദ്ധിച്ചിരിക്കണം. അല്ലാതെ അരപ്പക്കും കാപ്പക്കും ഒക്കെ അടിച്ചേച്ച് നീ സൺഡേ വന്നു ജീസസ്. മനസ്സിലാകുന്നുണ്ടോ? ചടങ്ങിനൊക്കെ പോകുമ്പോഴേ, അവിടെ ഇവിടെയും പോകുമ്പോഴേ, വിദേശത്തൊക്കെ പോകുന്ന ഉപദേശിമാര് ചിലരും പ്ലെയിനിൽ ഇരുന്ന് അടിക്കുന്നെന്ന് കേൾക്കുന്നു. കണ്ടില്ലല്ലോ? കാരണം എല്ലാവർക്കും അങ്ങ് അജീർണതയാണ് ഭയങ്കര. പൗലോസ് പറഞ്ഞല്ലോ, അജീർണത നിമിത്തം. ഇതുപോലെ അജീർണത ഉള്ള കാലം. വായിച്ചോ മോളെ. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. അതിന്റെ ഒന്നും കാടി നീ കുടിക്കരുത്. പിന്നെ മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. ഒരു രസവും യൂട്യൂബിനകത്തും വാട്സപ്പിനകത്തും ഉള്ള രസങ്ങള് മുതുപാതിരായിക്ക് നീ കുത്തിയിരിക്കില്ലേ? രസം. എന്നാ മാണിച്ച, എന്നാ പറഞ്ഞ? ഒരു രസവും. നിന്റെ മൊബൈൽ വിശുദ്ധമായിരിക്കണം, നിന്റെ സംസാരം വിശുദ്ധമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വന്ന് മറുഭാഷ പറഞ്ഞാ പോരാ. പിന്നെ വിളിക്കാം. ഒരു രസവും പാടില്ല. അപ്പനും ഒരു രസം എടുക്കണ്ട, അമ്മ എടുക്കണ്ട, പിള്ളേരും എല്ലാം ഓരോ മുറിക്കാത്തിരുന്ന രസമല്ലയോ? അപ്പം തിന്നാലിരുന്ന രസം, അമ്മ മുറിക്കാത്തിരുന്ന രസം, കൊച്ചൻ മേളിൽ മണ്ടയിലെ മുറിക്കാത്തിരുന്ന രസം, പെങ്കൊച്ച് റബ്ബർ തോട്ടത്തിനകത്ത് പോയി രസം. ബ്ലസി എന്ത് ചെയ്യടി? ബ്ലസി ഇപ്പൊ ഇവിടെ നിന്നാണല്ലോ. അയ്യോ, ഞങ്ങൾ രാത്രി ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് അറിയാമല്ലോ, രാത്രി മിക്കത് റോഡിലാ. മുതുവാതിരായിക്കും ഇന്നലെ എടുത്ത മതിലിന്റെ അവിടെ ഞാൻ പറഞ്ഞടാ പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞു. പെരക്കകത്ത് കയറിപ്പോ പെരക്കകത്തിരുന്ന് പറയാൻ പറ്റാത്ത കാര്യമാണ്. എന്തിനേറെ നമ്മുടെ ഉപദേശിമാര് സ്റ്റേജിലിരുന്ന് രസം എടുക്കുമല്ലോ. ആത്മിക ശുശ്രൂഷ നടക്കുമ്പോ മൊബൈലിൽ കളിക്കുന്ന എത്ര ഇവനെ എല്ലാം ദൈവം പിടിക്കും. എടാ, 1, 2, 3 മണിക്കൂർ നിനക്ക് ഈ കുന്തം തോണ്ടാതിരിക്കാൻ മേലെ നിന്റെ പണ്ടി വയറ് ദൈവം ചളക്കും. എന്നെ വല്ല വിഷയമുണ്ടോ? ഇത് ദൈവത്തിന്റെ സന്നിധിയാ. അത് ഭക്തിയോടും ഭയത്തോടും വേണം ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തിന് മഹത്വം. പാട്ടുകാരോട് ഞാൻ പറഞ്ഞ, ചില പാട്ടുകാർ, എല്ലാരും അല്ല, ചിലര്
ഇവിടെ വചന ശുശ്രൂഷ നടക്കുമ്പോഴെല്ലാം അവര് പിന്നെ അതിനകത്ത് പല വിഷയങ്ങളാ. ഇവരാണ്ട് മര്യാദക്ക് ഇരിക്കുന്നല്ലോ, ഇങ്ങനെ തന്നെ ഇരുന്നോണം. ഇന്ന് ഇരുന്നത് പോലെ കല്യാണത്തിന് പറയും, ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കും പോലെ വേണം എല്ലാ ശുശ്രൂഷയിലും ഇരിക്കാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മോനെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു രസവും പാടില്ല. ദൈവത്തിന് മഹത്വം. ഒന്നുകൂടെ വായിച്ച വാക്യം വായിച്ച സഹോദരി. പേരെന്തുവാ സഹോദരിയുടെ? സൗമ്യ. സൗമ്യമായിട്ട് വായിച്ചേ. വായിരേ. വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. എടാ, ഒന്നിന്റെ കാടി എന്ന് പറഞ്ഞ അടിഞ്ഞു അറിയാമല്ലോ. കാടി എന്നതാ? കാടി എന്നാ അമ്മേ? അതാ. അത് നമ്മൾ കുടിക്കുവോ? അത് വേണോ? ഒരു പാട്ടല്ലോ, കാടി വാങ്ങാൻ ഇടയായോ എന്ന്. പോട്ടെ. ഒന്നിന്റെ കാടി പാടില്ല. പിന്നെ മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിപ്പഴത്തിന്റെ ഒരു രസവും പാടില്ല. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നുകയും അരുത്. അത് അരുത്. പിന്നെ തന്റെ നാസീവ്രതകാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നതൊന്നും അവൻ തിന്നരുത്. ഈ 28 കെട്ടിൽ നിന്ന് മാമോദിസായിക്ക് നിന്ന് ആണ്ടിയാത്തന്റെ നിന്ന് ക്രിസ്തുമസ് കേക്കും കവള് നിറച്ച് അമുക്കി ഈസ്റ്ററിന്റെ അപ്പവും താറാവ് അതും നല്ല പേശ അടിച്ച് പെരുക്കി സകല കേസിനകത്തും ചെന്ന് തലേന്ന് 16 അടി യന്ത്രവും 40 എല്ലാം ചെന്ന് നെയ്യപ്പോ ഉണ്ണിയപ്പോ പൂണന്റെ തീറ്റി തിന്നേച്ച് ഞായറാഴ്ച പയ്യ ചങ്ങാടം തള്ളിക്കൊണ്ട് വരുമ്പോലെ വരിക സഭയിലോട്ടെ. ഇതൊക്കെ വേർപാടിന്റെ ഉപദേശമാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ നല്ല തീർത്ത് പറയാൻ പ്രാർത്ഥിച്ചിങ്ങനെ ബലപ്പെട്ടിരിക്കുക. വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലേലും കൊള്ളാം, ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, എനിക്കിതൊന്നും വിഷയമല്ല. സ്തോത്രം. എനിക്ക് അങ്ങ് എന്ന് പ്രതിഫലം വേണം. ദൈവത്തിന് മഹത്വം. അല്ല, ഒരുത്തനെങ്കിലും പറയാൻ വേണ്ടായോ? എല്ലാവനും വായിരേ. വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. പിന്നെ അത് പ്രത്യേക വ്രതമാണെന്ന്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും തികയോളം അവൻ വിശുദ്ധനായിരിക്കണം. പിന്നെ തലമുടി വളർത്തേണം. ഇത് നാസിവ്രതസ്ഥനാ. തലമുടി ഇപ്പൊ നമ്മുടെ ഇടയിലും എല്ലാം നാസിവ്രതസ്ഥന്മാർ ഒത്തിരി ഉണ്ട്. പാസ്റ്റർമാരും എല്ലാം ഒത്തിരി. മറ്റു വ്രതമൊന്നുമില്ല, ഈ ഒരൊറ്റ വ്രതമുണ്ട്. ഏതാ? അല്ലെന്ന് മുടി വളർത്തുന്ന വ്രതം. അതിന് മുമ്പ് പറഞ്ഞതല്ല. വായിരേ. അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി എന്നിവരാരെങ്കിലും മരിക്കുമ്പോൾ അവരാൽ അവൻ തന്നെത്താൻ അശുദ്ധനാകരുത്. ഇതൊക്കെയാണ് വ്രതസ്ഥന്റെ പ്രമാണം. ബാക്കി ഭാഗമൊന്നും ഇപ്പം മുമ്പോട്ട് പോകുന്നില്ല. അങ്ങനെ വ്രതമുള്ളവനാ ഈ കഴുതകളുടെ പച്ചത്താടിയിലെടുത്തത്. അതുകൊണ്ട് ആ കുന്ന് 2 കുന്നൊന്ന് പറഞ്ഞ് ഫെലിസ്തീനെ ഒതുക്കിയത്. വ്രതമില്ലാത്ത നീ പോയാ സ്കേവാട പിള്ളേർ പോയതുപോലെ ഇരിക്കും. ഇവിടുത്തെ തുണി പോലും ദേഹത്ത് ചാടി കയറി. ആ ഓട്ടമൊക്കെ ഞാൻ ചിലപ്പോൾ അങ്ങനെ കാണാറുണ്ട് ഭാവനയിൽ. ഡോക്ടർ റവറന്റ് ഓടുന്ന ഓട്ടം. സ്കേവാട പിള്ളേരല്ലേ? എത്ര എണ്ണമായിരുന്നു? ഉള്ളതാണ്. ഡോയുണ്ടവയെല്ലാം ബോർഡറാവണം, വ്യാജ് കയറി തുണിയും പിറച്ചെടുത്ത്. ഇതൊക്കെ വ്രതം വേണം, വ്രതസ്ഥരായിരിക്കണം. ജയമെടുത്ത വീരരായി വ്രതസ്ഥരായി ശുദ്ധരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, കൃപയിലെന്നും ആശ്രയിച്ച് വരവിനായി ഒരുങ്ങിട കർത്തനെ ശുചീക്രമം നേടും കാന്തയും ഒരുങ്ങിടുന്നിതാ. കർത്തനെ ശുചീക്രമം നേടും കാന്തയും ഒരുങ്ങി നിന്നിടാ. കർത്തനെ ശുചീക്രമം നേടും കാന്തയും ഒരുങ്ങിടുന്നിതാ. കൊടിയുയർത്തുവിൻ ജയത്തിൻ കൊടിയുയർത്തും
പർവ്വതത്തിൽ ഒത്തുചേരുവിൻ, ഘോഷിക്കുവിൻ ജയത്തിൻ ഗീതം പാടുവിൻ, ഘോഷിക്കുവിൻ ഗീതം പാടുവിൻ. രാജാവു ജേതാവായി നിന്നിലില്ലയോ, നിന്റെ രാജാവു ജേതാവായി നിന്നിലില്ലയോ. ലോകത്തെ പരിത്യജിക്കണം, ദോഷം വിട്ടകന്ന് നീങ്ങണം, ലോകത്തെ പരിത്യജിക്കണം, ദോഷം വിട്ടകന്ന് നീങ്ങണം. അന്ധകാര ശക്തിയോട് നിർത്തുന്ന ജയിക്കണം, അന്തരംഗമാത്മശക്തിയാൽ വിശുദ്ധമാകണം. അന്ധകാര ശക്തിയോട് നിർത്തുന്ന ജയിക്കണം, അന്തരംഗമാത്മശക്തിയാൽ വിശുദ്ധമാകണം. അന്ത്യകാലം വന്നെടുത്തുമോ, അന്ത്യദൂത് കേൾക്കുന്നിതാ, അന്ത്യകാലം വന്നെടുത്ത് അന്ത്യദൂത് കേൾക്കുന്നിതാ. അപ്പൊ ശ്രദ്ധിക്കുക, നിസ്സാരമായ സാധനങ്ങളെ കൊണ്ട് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. അപ്പൊ യോസേപ്പ് ഓടിച്ചു പറയാം, യോസേപ്പ് ഈ മുടന്തുള്ള കൊച്ചിനെ ഉയർത്തി വെച്ച് പറഞ്ഞ്, കർത്താവ് ഇത് മുടന്തുണ്ട്, അപാകതയുണ്ട്, പോരായ്മയുണ്ട്, നിന്റെ കരങ്ങളിലോട്ട് തരിക, വർദ്ധിപ്പിക്കണം. ഈ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. മനോഭാരത്തോടെ മനോദുഃഖത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നീ ഞരങ്ങുന്ന വിഷയമായിട്ടായിരിക്കാം ഇന്ന് രാത്രി കൺവെൻഷനിൽ സംബന്ധിക്കുന്ന, ചിരിക്കുന്നുണ്ട്, കൈ കൊടുക്കുന്നു, സംസാരിക്കുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ആ വിഷയം ഇന്ന് രാത്രി അങ്ങോട്ട് കൊടുക്ക. ഒരുവൻ വന്നിട്ടുണ്ട് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തന്ന് ഇന്ന് രാത്രി സൗഖ്യത്തോടെ വിടുതലോടെ നിന്നെ മടക്കി വിടുവന്ന്. ഹല്ലേലൂയ. യോസേപ്പ് കൊച്ചിനെ ഉയർത്തിയിട്ട് പറഞ്ഞു, വർദ്ധിപ്പിക്കാൻ. ദൈവം ഈ പ്രാർത്ഥന കേട്ട് ഓടിച്ചു പറയാ. നാളുകൾ കഴിഞ്ഞു. യോസേപ്പിന്റെ പിതാവെന്ന യാക്കോബ് മരിക്കാൻ പോവുക. മരിക്കുന്നതിന് മുന്നേ തന്റെ മക്കളെ എല്ലാം കൂടെ അനുഗ്രഹിക്കുക. ഭാവികാലം സംബന്ധിച്ചത് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 49:1 മുതൽ അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരോട് കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവി തരുവീൻ എന്ന് പറഞ്ഞ് പിള്ളേരെല്ലാം കൂടെ അപ്പന്റെ കിടക്കയുടെ ചുറ്റും വന്ന് വട്ടം നിൽക്കുക. 147 വയസ്സുള്ള യാക്കോബ് ജരാനര ബാധിച്ച് ശയ്യാവലംബനമായി ശരീരമെല്ലാം ചുക്കിച്ചുളഞ്ഞ് കണ്ണിന്റെ കാഴ്ചയെല്ലാം പോയി ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക. അപ്പൻ ആ കിടപ്പി പുള്ളി പറഞ്ഞു, പിള്ളേരെല്ലാം കൂടെ കൂടി വരാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ രൂപൻ മുതൽ അങ്ങോട്ട് പേര് ചൊല്ലി പിള്ളേരെല്ലാം ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അതാണ് 49. എന്നാൽ സ്വന്തം മക്കളെ ജനിപ്പിച്ച മക്കളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് 48 താൻ ജനിപ്പിക്കാത്ത തന്റെ മകന്റെ മക്കൾ, കൊച്ചുമക്കളെ 2 പേരെ ഒന്ന് അനുഗ്രഹിച്ചു. അതാണ് 48. ഇനി 48:1 മുതൽ വായിക്കാം. വായിക്കേ. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു. സൗമ്യയെ പുള്ളിക്കാരി കൂടെ വിടവ് കൊടുക്ക, അതിനെ ഇരുത്തിയല്ലോ. സൗമ്യാന്നേലും വായിരു മോളെ. ഇപ്പോഴത്തെ സഹോദരിയുടെ പേരെന്നാ? അഞ്ജു. അഞ്ജു. വായിര്. അനന്തരം യോസേഫിന് നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. യോസേഫിന് വർത്തമാനം വന്നു, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന്. അതാ ആണ് ക്വാർട്ടേഴ്സിലാ യോസേഫ്. അപ്പച്ചനും സഹോദരങ്ങളും ഗോശേൻ ദേശത്താ. അങ്ങനെയാണല്ലോ ഇവർക്ക് കൊടുത്തത്. അപ്പോൾ എപ്പോഴും കാണാനും ചെല്ലാനും ഒന്നും ഒക്കുന്നില്ല. അത്രയ്ക്ക് ചുമതലയാ യോസേഫിന്. ഒരു രാജ്യത്തിന്റെ മന്ത്രിയല്ലേ. ചെറിയ ഇവിടെ ഒരു വാർഡ് മെമ്പറിന്റെ ജാട കാണണം. മാമേനോ കുറ്റമല്ലി പറയുന്നത്. അയ്യോ, സഭയിലെ ചില സെക്രട്ടറിമാരുടെ ജാട കണ്ടിട്ടില്ലേ? വാർഡ് മെമ്പർ വിടട്ടെ, അവൻ 2 പേനായി ഒരു ബുക്കുമായിട്ട് ആ പരവൊക്കെ ഒന്ന് കാണാം. കോഴിക്കാരൻ വരുമ്പോലെ ആകെ 4 കുടുംബമുണ്ട്. 4.5 കുടുംബം. 4 കുടുംബം, ഒരു തള്ള, 1/2 കുടുംബം. അതിന്റെ സെക്രട്ടറിയാ. ആ ജാടയൊക്കെ ഒന്ന് കാണേണ്ടതാ. ചില ഉപദേശം പറയും, പാസ്റ്റർ ഇതാണ് സെക്രട്ടറി. ഞാൻ ശ്രദ്ധിക്കാറില്ല ചിലതിന്. അഭിഷേകമൊക്കെ പ്രാപിച്ച് ആരാധിക്കുന്നവനെ എനിക്ക് ബഹുമാനമാണ്. ചുമ്മാ ജാട കിട്ട് അഭിഷേകം പ്രാപിക്കാതെ ആരാധിക്കാത്തവനെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ വണങ്ങിയാലും കൊള്ളാം, ഇണങ്ങിയാലും കൊള്ളാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യോസേഫ് ദീനമായിട്ട് കിടക്കുക, യാക്കോബ്. അപ്പോൾ യാക്കോബ് തന്റെ ദീനമായി കിടക്കുന്നു എന്ന് യോസേഫിന് അറിവ് കൊടുത്തു. യോസേഫിനോട് പറഞ്ഞ അപ്പച്ചന് ദീനമാണ്. അവിടെ ഒരു വാക്യമുണ്ട്, ഉടനെ. അങ്ങനല്ലേ മോളെ വായിച്ചേ? ഉടനെ അവൻ മനശ്ശെ, എഫ്രൈം എന്ന 2 പുത്രന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്നു. അങ്ങനെ വേണം അപ്പനെ കാണാൻ. കേട്ടാ ഉടനെ പോണം. അപ്പനും അമ്മയ്ക്കും വയ്യെന്ന് കേട്ടാൽ ഉടനെ അന്നേരം പോയി കാണണം.
അപ്പനും അമ്മയും മാത്രമാണോ? സഭയിലാന്നേലും ആ നമ്മുടെ കുടുംബത്തിലാന്നേലും അറിവുള്ളവര് വയ്യെന്ന് കണ്ടാൽ അന്നേരം പോയി കാണണം. അല്ലാതെ അവിടെ ഇങ്ങനെ വചനം അയച്ച് പ്രാർത്ഥിക്കുകയല്ല. അങ്ങനെ ഇഷ്ടം പോലെ വാക്യം നമ്മുടെ കയ്യിലുണ്ട്. വചനം അയച്ചാൽ ചിലവൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ചെന്ന് കാണാൻ പോയ 1 കിലോ മുന്തിരിങ്ങയെങ്കിലും കുറച്ച് മേടിക്കണം. ഇന്നത്തെ കാലം അനുസരിച്ച് 500 രൂപ എങ്കിലും കൊടുക്കണം. വചനം ഇരുന്ന് കോത്തലേന്ന് അയച്ചാ ഒരു മുടക്കും ഇല്ലല്ലോ. വെളച്ചിലൊന്നും എടുക്കരുത്, പോയി കാണണം. അല്ല, ഈ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ വെറും കൈയായിട്ട് ചെല്ലരുതെന്നാ. വെറും കൈയായിട്ട് അപ്പൻ്റെ അടുക്ക ചെല്ലുമ്പോഴേ വെറും കൈയായിട്ട്, സ്വർഗീയ പിതാവിന്റെ അടുക്കലും വെറും കൈയായിട്ട് വരരുത്. പാടാമെങ്കിൽ ഒരു വരിയുണ്ട്, വേറും കൈയായി ഞാൻ ചെല്ലുമോ. ഇവിടെ കോത്തല CSAക്കാരുണ്ട്. ഞാൻ പാടുന്ന തെറ്റാന്ന് ക്ഷമിക്കണേ. അവർക്ക് നല്ല നല്ല ചരട് പിടിച്ച പോലെ പാടുന്നവരാ. CSI എന്ന് വന്ന ആരേലും ഉണ്ടെന്ന് കൈ പൊക്കിക്കുക, നമുക്കൊന്നിച്ച് പാടാൻ വേണ്ടി. ആരുമില്ലേ? ഒന്ന് കൈ പൊക്കാങ്ങുന്ന CSIക്കാർ ആരേലും ഉണ്ട്? 1, പിന്നെ 2, പിന്നെ പമ്മി ഇരിക്കാതെ കൈ പൊക്ക് തള്ളേ. ചുമ്മാ പമ്മുക. നമുക്ക് പാടാം. വേറും കൈയാൽ ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ. ഒരു ദേഹി പോലും ഇല്ല, തെങ്ങനെ വണങ്ങും ഞാൻ. വേറും കൈയാൽ ഞാൻ ചെല്ലുമോ രക്ഷകൻ മുൻപിൽ നിൽപ്പാൻ. ഒരു ദേഹി പോലും ഇല്ല, എങ്ങനെ വണങ്ങും ഞാൻ. വയ്യെങ്കിലും വെറും കൈയായിട്ട് ചെല്ലരുത്. അപ്പോൾ അപ്പൻ ദീനമായി കിടക്കുന്നെന്ന് കേട്ടപ്പോൾ യോസേപ്പ് 2 പിള്ളേരുമായിട്ട് അപ്പനെ കാണാൻ ചെന്നത്. ചുമ്മാ കയ്യും വീശി ചെല്ലരുതെന്ന്. കുഞ്ഞുങ്ങളുള്ള വീട്ടിലും പ്രായമുള്ളവരുടെ വീട്ടിൽ എന്തേലും ഒരു മുട്ടായി എങ്കിലും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും ഒരേ സ്വഭാവമാണ്. അതെ. അപ്പൊ എന്തേലും ഒരു മുട്ടായി എങ്കിലും ഇനി അഥവാ ഒത്തില്ലെങ്കിൽ പോരാന്നെടുത്ത് ആ കൊച്ചുങ്ങളുടെ കയ്യിലാണെങ്കിലും 2 രൂപ, ആ പഴയ കണക്കാ 2, ഒരു 100 രൂപ, ഒരു 500 രൂപ കൊടുക്കണം. അല്ല അവിടെ ചെന്ന് മറുഭാഷ മാത്രം പറഞ്ഞേച്ച് വിടുതലിന്റെ വ്യാപാര ശക്തി എന്നും പറഞ്ഞ് പണ്ടൊരാളങ്ങനെ വിടുതലിന്റെ വ്യാപാര ശക്തി പറഞ്ഞ് കൊച്ചു ഈർക്കലുണ്ടൊരു കുത്തി അവന് എന്തേലും കിട്ടുമെന്ന് കൊടുത്തിരുന്ന വല്ല അരിയുണ്ടെയോ മുട്ടായി വിട്ടുതലെന്നാണ്. ഒക്കെ സൂക്ഷിച്ച് വേണം. അപ്പോൾ അപ്പനെ കാണാൻ ചെന്നപ്പോൾ 2 പിള്ളേരുമായിട്ടാ. ഉടനെ വായിച്ചേ. ഉടനെ അവൻ മനശ്ശെ എഫ്രൈം എന്ന 2 പുത്രന്മാരെ കൂട്ടിക്കൊണ്ട് ചെന്നു. മനശ്ശെ എഫ്രൈം എന്ന 2 പുത്രന്മാരെ കൂട്ടിക്കൊണ്ട് അപ്പനെ കാണാൻ ചെന്നു. പിന്നെ നിന്റെ മകൻ യോസേഫ് പിതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അയ്യോ, യാക്കോബിനോട് ആരാണ്ട് പറഞ്ഞു, അപ്പച്ച യോസേപ്പ് വരുന്നെന്ന്. യോസേപ്പ് അപ്പൊ ആരാണ്ട് പറഞ്ഞു, അപ്പച്ച യോസേപ്പ് തന്നെ അപ്പച്ച 2 കൊച്ചുങ്ങളും കൂടെ വരുന്നുണ്ട് അപ്പച്ച. അപ്പച്ചനോട് പറഞ്ഞു. അപ്പൊ അപ്പച്ചൻ എന്നാ ചെയ്ത വായിര്. അപ്പോൾ ഇസ്രായേൽ തന്നെത്താൻ ഉറപ്പിച്ച കട്ടിലിന്മേൽ കട്ടിലിന്മേലിരുന്നു. വാക്യം ശ്രദ്ധിച്ചോ, തന്നെത്താൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ 147 വയസ്സുണ്ട്, കണ്ണിനൽപ്പ കാഴ്ചക്കുറവുണ്ട്, ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് ബലഹീനതയുണ്ട്, ശയ്യാവലംബനായി കട്ടിലേക്ക് കിടക്കുക, ക്ഷീണിതനാ, വളരെ ക്ഷീണമാ, 147 വളരെ ക്ഷീണനായിട്ട് കിടക്കുക. അങ്ങനെ കിടക്കുമ്പോൾ ആരാണ്ട് എന്ന് പറഞ്ഞു, അപ്പച്ചാ യോസേപ്പ് വരുന്നപ്പച്ചാ. ഉടനെ ആരാണ്ട് അപ്പച്ചാ യോസേപ്പ് മാത്രമല്ല അപ്പച്ചാ, 2 പിള്ളേരും ഉണ്ട് അവിടെ. ഉടനെ യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ച് കട്ടിലേൽ ഇരുന്നു. ഇരുന്നതിനെ പറ്റി വേറെ പഠിതാക്കൾ പറയുന്നത്, ഈ കട്ടിലേൽ വേറെ പുസ്തകത്തിൽ ആദ്യം കട്ടിലെന്ന് ഇവിടെ കാണുന്നേ. കട്ടിലേൽ ഇങ്ങനെ ഇരുന്നേ യാക്കോബിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്. അങ്ങനെ പിതാക്കന്മാരുടെ കയ്യിൽ വടിയുണ്ടല്ലോ. ആ വടി ഈ നിലത്ത് കുത്തി, 2 കാലിനും നടുവിലായിട്ട് വടി നിലത്ത് കുത്തി, ആ വടിയുടെ മേളിൽ കൈ ഇങ്ങനെ വെച്ച്, ആ കൈയുടെ മേളിൽ താടി ഇങ്ങനെ വെച്ച്,
ഇങ്ങനെ ഇരുന്ന വടിയുടെ മേളില് കൈ രണ്ടും വെച്ച് വടി ഇങ്ങനെ നിലത്ത് കുത്തി, രണ്ട് കാലിന്റെയും ഈ നടുഭാഗത്തായിട്ട് വടി കുത്തി, വടിയുടെ മേളിൽ കൈ രണ്ടും ഇങ്ങനെ വെച്ച്, ആ കൈയുടെ മേളിൽ താടിയെല്ലാം ഇങ്ങനെ വെച്ചിരുന്ന താൻ കണ്ടോന്നൊന്നും എന്നോട് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചു കളഞ്ഞ ചില മൂച്ചുള്ളവര് ഇതെല്ലാം കണ്ട അങ്ങനെ ഇരുന്നത്. അപ്പൊ ഇങ്ങനെ യാക്കോബ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുക. എന്താ? യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ എന്റെ ഭാഷയ്ക്ക് യാക്കോബിന്റെ ക്ഷീണം മാറി. യോസേപ്പും പിള്ളേരും വരുന്നത് കേട്ടപ്പോൾ തളർച്ച മാറി. യോസേപ്പും പിള്ളേരും വരുന്നത് കേട്ടപ്പോൾ ബലഹീനത മാറി. അവൻ ആത്മിക ചിന്ത, നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തു തന്റെ ദൂതന്മാരുമായി അവൻ തിരുസഭയെ ചേർക്കാൻ വരുന്നെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ക്ഷീണം മാറണം, സകല തളർച്ച മാറണം. തിരുസഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. വരുമേ തിരുവായി മൊഴിഞ്ഞപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. വരുമേ തിരുവായി മൊഴിഞ്ഞവരരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത്. സ്വർഗീയ നാടെന്ന് കാണാം എന്റെ വീട്ടിലെന്നെത്താം, സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നെത്താം. നവയരുജലെ മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ, നവയരുജലെ മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശ ഏറി വരുന്നേ, സ്നേഹം വർദ്ധിച്ചിടുന്നേ പ്രത്യാശ ഏറി വരുന്നേ. വരുമേ തിരുവായി മൊഴിഞ്ഞവൻ അരുളിയപ്പോൾ വചനം നിറവേറ്റാൻ വന്ന് സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത്, കൊണ്ടുവരുന്നു ശാലയിൽ പോയി ശാലയിൽ പോയി ചേർത്ത്. അരമുയർത്തി ദൈവത്തെ മഹിതപ്പെടുത്ത്. യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ എന്റെ ഭാഷ ആ വല്യപ്പന്റെ ക്ഷീണമെല്ലാം മാറി. ഓടി എഴുന്നേറ്റ് കട്ടിലേൽ ഇരിക്കുക. നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പറ്റി കേൾക്കുമ്പോൾ ക്ഷീണമെല്ലാം മാറണം. എന്തോ സമയം എന്തുവായി? എന്നാ നിർത്തിയേക്കാം, അതേ ഒക്കുള്ളൂ. പിന്നെ അടുത്ത വർഷം കർത്താവ് അനുവദിക്കുക, എന്നെ വിളിക്കുകയാണെങ്കിൽ അത് മതി. ദൈവത്തിന് മഹത്വം. മുഖവര വന്നതേ ഉള്ളൂ. എനിക്ക് ഈ വിഷയമൊക്കെ പ്രസംഗിക്കണേ ഒരു 5 ദിവസം കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ കൺവെൻഷൻ 5 ദിവസം വിളിക്കണമെന്നല്ല പറഞ്ഞേ, തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. അപ്പൊ ഇങ്ങനെ ശൈലി ഇത് അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ തത്തുല്യമായ പാട്ടും കാര്യമൊക്കെ ഇട്ട് ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുക. ഇന്നത് മതി. യോസേപ്പും പിള്ളേരും വരുന്നെന്ന് കേട്ടപ്പോൾ ക്ഷീണം മാറി. എന്തിനാ യോസേപ്പും പിള്ളേരും വരുന്നത്? യോസേപ്പ് എന്തിനാ വരുന്നത്? എന്തിനാ? നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തു എന്തിനാ വരുന്നത്? ദൈവത്തിന് മഹത്വം. ഒന്ന്, നമ്മളെ തന്നോട് അനുരൂപപ്പെടുത്താൻ. അതിനാ വരുന്നത്. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. അത് പറഞ്ഞങ്ങ് നിർത്താം. അങ്ങനെ ഒരു ഓർഡർ ആകുമല്ലോ. കണ്ടില്ലേ കൊച്ചേ? കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പിന്നെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകുന്നുണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് പിന്നെ അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ. ഇതാണ് നമ്മുടെ പ്രത്യാശ. യേശുക്രിസ്തു വീണ്ടും വരും. എന്തിന്? നമ്മെ തന്നോട് അനുരൂപപ്പെടുത്താൻ.
അതിനാ വരുന്നത്. ഈ വരവ് കേട്ടപ്പോ അപ്പന്റെ ക്ഷീണമെല്ലാം മാറി, മൂപ്പിലെ ചാടി അങ്ങ് എഴുന്നേറ്റു. സ്തോത്രം. എന്തിനാ യേശു വരുന്നത്? എബ്രായർ 9:28 പെട്ടെന്ന് വായിച്ചോ. നിർത്തുക. അങ്ങനെ തന്നെ അനേകരുടെ പാപം ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ എന്തിനാ യേശു വരുന്നത്? തന്റെ വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക്. രക്ഷ അന്ന് പൂർത്തീകരിക്കും. രക്ഷിക്കപ്പെടുവിൻ, രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ രക്ഷയ്ക്ക് പൂർത്തീകരണം ഉണ്ടാകും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന്. അതിനാ യേശു വരുന്നത്. ഈ വാർത്ത യാക്കോബ് കേട്ട യാക്കോബിന് മനസ്സിലായി, ക്ഷീണമെല്ലാം മാറി, രക്ഷ പൂർത്തീകരിക്കാൻ പോവല്ലേ. ക്ഷീണം മാറി, ചാടി എഴുന്നേറ്റ് 147 വിഷയമല്ല. എന്തിനാ യേശു വരുന്നത്? ഒരു വാക്യം കൂടെ വായിച്ചോ, സമയം പോയെങ്കിലും ആയിര്. അറിവുള്ള വാക്യമാ, വേണേ കാണാതെ പറഞ്ഞോ. യോഹന്നാൻ 14:1, 2, 3 പെട്ടെന്ന് വായിര്. കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ അതിനാ വരുന്നേ നമ്മളെ അവിടത്തോട് ചേർത്തിരുത്താൻ. ഇവിടെ ചിലപ്പോ കസേര ഒന്നും കിട്ടിയെന്ന് വരികയല്ല കേട്ടോ. ഇവിടുത്തെ കസേര കളിയൊക്കെ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. കാശുണ്ടെങ്കിൽ കസേര കൊണ്ട്, പിടിയുണ്ടെങ്കിൽ വലിയ വലിയ സഭയിലൊക്കെ കേന്ദ്രത്തിൽ പിടിയുണ്ടെങ്കിൽ നല്ല സഭ കൊടുക്കും. സെൻട്രൽ പാസ്റ്റോട് നല്ല അടുപ്പമാണെങ്കിൽ ഓവർസിയർ, പിന്നെ സൂപ്രണ്ട്, പിന്നെ എന്തുവാ പറയുന്നത്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെ അവർക്കൊക്കെ ആയിട്ട് വലിയ ധാരണയും പിടിപാടും ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സഭ കൊടുക്കും. വലിയ സഭയിലിരിക്കുന്ന മിക്കതിനും പുസ്തകക്രമം പോലും അറിയാൻ മേല. ചക്കന്ന പൂക്കന്നാന്ന് ഒന്നും അറിയാൻ മേല. ഉമ്മ ഇങ്ങനെ എല്ലാം ലാക്ക് ലൂക്കാച്ചാന്നും പറഞ്ഞ് ആണെന്ന് എല്ലാം ഈ ഉണ്ടല്ലോ. സോപ്പെന്നല്ല പറയുന്നത്, എന്നാ പറയുന്നേ? നിങ്ങൾ എന്തേലും ഒന്ന് പറവാ തുറന്ന്. എന്നാ എനിക്ക് ഭാഷ കിട്ടുന്നില്ല, കഴിയൊന്നുമില്ല പറഞ്ഞാൽ അത് ദോഷമാകും. മനസ്സിലായോ? നേതാവിനെ കറക്കി അടിച്ചേ, സോപ്പിട്ട് അങ്ങനെയൊക്കെയല്ലേ കസേര കരസ്ഥമാക്കുന്നേ. കള്ളയോട്ടിട്ടും തന്ത്രങ്ങൾ കാണിച്ചും കാശ് വാരി എറിഞ്ഞും കുതികാല് വെട്ടി മറ്റുള്ളവനെ ചെളി വാരി എറിഞ്ഞും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും ഒക്കെ കസേര കൈക്കലാക്കുന്ന എത്ര മിടുക്കന്മാരുണ്ട്. പക്ഷെ ഒരു ദിവസം ദൈവം നിന്നെ പിടിക്കും. എന്നാൽ പരമാർത്ഥികളായ അനേക ദൈവദാസന്മാർ ഇപ്പോഴും മിഷൻ സ്റ്റേഷനിൽ കിടക്കുക. മിഷൻ സ്റ്റേഷനില് മറ്റവന്റെ കാശുമായിട്ട് വന്ന് കാണുമ്പോഴേ അവന് ടൗൺ സഭ ഒരു കല്യാണം നടത്താൻ അറിയാൻ മേല, ചവോടൊക്കെ നടത്താൻ അറിയാൻ മേല, ഒരു വീടിന്റെ ഒന്നും അറിയാൻ മേല. ഉമ്മ നിന്ന് കറങ്ങുക. എന്നെ ഇങ്ങനെ നോക്കുന്നേ അത്ര കേസുകള്. ചിലപ്പോ നാണക്കേടും കൂടാ. പക്ഷെ പരമാർത്ഥതയോടെ നിൽക്കുന്ന ചില ദൈവദാസന്മാരും ദൈവമക്കളും ഉണ്ട്. അവരെ പലരും മാനിക്കുന്നില്ല, പലരും ആദരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാ, അവൻ തന്നോട് കൂടെ നിന്നെ ഇരുത്തും. ഇവിടെ ആരും ഇരുത്തുന്നില്ലെങ്കിലും, കസേര ഒന്നും തരുന്നില്ലെങ്കിൽ, നിനക്ക് സീറ്റ് ഒന്നും തരുന്നില്ലെങ്കിലും നിരാശപ്പെടരുത്. ദീർഘവർഷങ്ങളൊക്കെ ചില സഭകളിൽ ശുശ്രൂഷിച്ചവരെ ചിലർ മൈൻഡ് പോലും ചെയ്യത്തില്ല. പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ എന്തോ ഒരു കാര്യമാണെന്നറിയാമോ? സഭകളിലൊക്കെ സീനിയർ പാസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ സീനിയർ പാസ്റ്റേഴ്സിനൊന്നും വേണ്ട, റിട്ടയർഡ് എന്നാ പറയുന്നേ. പുതിയ ആൾക്കാർ വന്നങ്ങ് തകർക്കുകയല്ലയോ. എടാ, ഇളനായിക്ക് കടിയറിയത്തില്ല. സങ്കീർത്തനം വായിക്കാനും അറിയാമല്ലോ. ഒരുത്തനെ ആശീർവാദം കൊടുത്തു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. മനുഷ്യൻ മുഴുവൻ കിടന്ന് കുഴയുക. അന്നാ ഇപ്പം പറയണ്ടേ, എന്നെ കൊണ്ട് ഒക്കുകയല്ല പുള്ളിക്ക് കൊടുക്കാൻ. അതോട്ട് കൊടുക്കുകയില്ല. എന്തോ ഒരു വൈതരണിയാന്നറിയാമോ? വേറൊരു പുള്ളിയുണ്ട്, പ്രാർത്ഥിച്ച് നിർത്താൻ അറിയാൻ മേല. വേറൊന്നും ഞാൻ പറയുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാല് സ്തോത്രം. കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ജനത്തെ കടാക്ഷിക്കണമേ കർത്താവേ. നീ അത്ഭുതം കണ്ട ദൈവമാണല്ലോ. വിടുവിച്ചാട്ടെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു, സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പിന്നെ തങ്കച്ചായന് വേണ്ടി എന്ത് ചെയ്താൽ നിർത്തുകയില്ല. ബ്രേക്കില്ലാത്ത സൈക്കിളെ കുട്ടിക്കാനെ ഇറങ്ങി വരുമ്പോല ഒടുവിൽ കൊക്കയ്ക്കകത്ത് വീഴുകയുള്ളൂ. അറിയത്തില്ലെന്നിതൊന്നും. അന്ന് അറിയുന്നവര് ചെയ്യുന്നത് കണ്ട, എടാ പാത്ത് നിന്നെങ്കിലും പഠിക്കണ്ടേ.
നേരെ ചെല്ലുമ്പോ നാണക്കട പാത്തിരുന്നെങ്കിലും ചുമ്മാ ചൂത്രി അടിച്ച് മണി അടിച്ച ഓരോനൊക്കെ അങ്ങ് മേടിക്കുക. അങ്ങനെയൊക്കെ ആ കസേര സ്ഥാനവും മാനവും ഉള്ള സൂത്രവും തന്ത്രവും എല്ലാം കാണിച്ച് സ്ഥാനം മേടിക്കും. എന്ന് ചുവമാരെല്ലാം കൂടെ ഇരുന്ന് പാടുക. അന്നമ്മമാമന്റെ പാട്ട്, സ്ഥാനങ്ങൾ മാനങ്ങൾ അല്ല തെറ്റാലിക്ക്. ഒരു കാര്യം ഇന്ന് രാത്രി പറയാം, നിന്റെ സൂത്രവും തന്ത്രവും ഒന്നും അവിടെ ചെലവാകുകയല്ല. തണ്ടുവച്ച പടകും പ്രതാപമുള്ള കപ്പലും അവിടെ ചെല്ലത്തില്ല. ഇവിടെ ചിലപ്പോ കസേര, എന്റെ സഹപടന്മാരോട് പറയാ, ദൈവദാസിമാരോട് പറയാ, ദൈവമക്കളോട് പറയാ, നിനക്ക് ഇവിടെ കസേര ചിലപ്പോ കിട്ടിയെന്നോ ഇരുത്തിയെന്നോ വരികയല്ല. എതിർക്കാനും ഉടക്കാനും പോകരുത്. യേശു വരുന്ന എന്തിനാണെന്നറിയാമോ? നിന്നെ തന്നോട് കൂടെ ഇരുത്താൻ. ഇൻപമേഴും പല എൻ പിതാവിൻ ഗൃഹം, ഇൻപമേഴും പല എൻ പിതാവിൻ ഗൃഹം, ഇൻപമേഴും എൻ പിതാവിൻ ഗൃഹം, ഇൻപമേഴും പല സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാ, ഇനി സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാ, ഇനി ചിത്തം കലങ്ങിടുന്ന പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടുന്ന പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടുന്ന പോയി വരും ഞാൻ. സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായെന്നിലും നിത്യപിതാവിലും, സത്യമായ സന്തതവും നിങ്ങൾ, സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ, ചിത്തം കലങ്ങിടുന്ന പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടുന്ന പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടുന്ന പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടുന്ന പോയി വരും ഞാൻ. കരമയ്യാത്ത ദൈവത്തെ മഹിമപ്പെടുത്തുക. യോസേഫും പിള്ളേരും വരുന്നത് കേട്ടപ്പോൾ 147 വയസ്സുള്ള യാക്കോബ് തന്നെത്താൻ ഉറപ്പിച്ചെന്ന് പറഞ്ഞ പരസഹായം കൂടാതെ ചേടി എണീറ്റ് അങ്ങോട്ട് ഇരുന്നു എന്ന് പറഞ്ഞാൽ, നല്ല യോസേഫാകുന്ന യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ പറ്റി കേൾക്കുമ്പോൾ ക്ഷീണമെല്ലാം മാറണം. എന്തിനാ യേശു വരുന്നത്? തന്നോടുകൂടി അനുരൂപപ്പെടുത്താൻ. എന്തിനാ യേശു വരുന്നത്? അവൻ തന്റെ വിശുദ്ധന്മാരെ രക്ഷിപ്പാൻ. എന്തിനാ യേശു അവൻ വരുന്നത്? അവൻ തന്നോടുകൂടെ ഇരുത്താൻ. ഈ പ്രത്യാശ ഇന്ന് രാത്രി എല്ലാവരെയും ഭരിക്കട്ടെ. അങ്ങനെ ആർക്കായിരിക്കാൻ യോഗ്യത? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവൻ വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപാട് പാലിച്ച് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. എന്റെ പ്രിയരെ, ആരും കൈവിടപ്പെട്ടു പോകരുത്. ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും നിത്യതയിൽ കാണണം. എല്ലാവരും നിത്യതയിൽ കാണണം. അതിന് ഈ ശുശ്രൂഷ ഇടയാകട്ടെ. അല്പസമയം മുമ്പോട്ട് പോയെങ്കിലും ബഹുമാന്യരായി നിങ്ങളെല്ലാവരും എന്നെ കേട്ട് ഇതുവരെ ഇരുന്നല്ലോ. ഇതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്തൃദാസനും ഈ മാന്യ സഭയ്ക്കും ചുമതലപ്പെട്ടവർക്കും നന്ദി. ദൈവദാസനൊക്കെ ഓർപ്പിച്ചതുപോലെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അവിടുന്ന് സമ്മതിച്ചാൽ നമുക്ക് പിന്നെ ഒന്നിച്ചു കൂടാ, ഒക്കുന്നെങ്കിൽ ഇതിന്റെ ബാക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.